തിബത്തൻ ബുക്ക് ഓഫ് ദ ലിവിങ് ആൻഡ് ഡൈ എന്നൊരു പുസ്തകമാണ്. അത് എഴുതിയുള്ളത് സോഗ്യാൽ റിംപോച്ചി എന്നാളാണ്. സോഗ്യാൽ റിംപോച്ചി, തിബത്തൻ ബുക്ക് ഓഫ് ദ ലിവിങ് ആൻഡ് ഡൈ. അതിൻ്റെ മുമ്പ് തിബത്തൻ ബുക്ക് ഓഫ് ദ ഡെഡ് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടായിരുന്നു. അതല്ല, ഇത് അതിൻ്റെ ശേഷം കുറച്ചും കൂടി. അപ്പോൾ അതിൻ്റെ ചരിത്രം പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം പുസ്തകം എഴുതാനുള്ള കാരണം പറയുന്നത്, അദ്ദേഹം തിബത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ഗുരുകുലത്തിൽ താമസിക്കുന്ന സമയത്ത് ഗുരു ദിവസവും മരണത്തെക്കുറിച്ച് കുറച്ച് സംസാരിക്കും. എന്നും മരണത്തെക്കുറിച്ച് ക്ലാസ് എടുക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിരുന്നു, മരണത്തെക്കുറിച്ചുള്ള ക്ലാസ്. ആ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുമ്പോൾ ഇത് കേട്ടാൽ മാത്രം പോരാ, ഇത് നമുക്ക് അനുഭവിക്കണം. അപ്പോൾ മരണം ഒരു ഭീകരമായിട്ടുള്ള ഒരു അനുഭവം എന്നാണ് ആളുകളെ വിചാരം. പക്ഷെ അങ്ങനെ അല്ല. അതുകൊണ്ട് നമ്മൾ മരണം വരുന്നതിന് മുമ്പ് തന്നെ ഒന്ന് മരിച്ചു നോക്കണം. മരണാനുഭവം നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടിയാലേ മരണഭയം പോവുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആദ്യം ക്ലാസ് എടുക്കും. ക്ലാസ് എടുത്തതിന് ശേഷം ഒരു ധ്യാന രീതിയുണ്ട്, മരണം അനുഭവപ്പെടുത്തുന്ന ഒരു ധ്യാന രീതി. ആ ധ്യാനത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അവർക്ക് അനുഭവം ഉണ്ടാക്കുന്ന പറയുന്നത്. ഉദാഹരണമായിട്ട് എന്നെ 16-ാം തീയതി ആ ഇന്ന കുളത്തിൽ കൊണ്ട് എറിയാൻ പോവാണ് പറഞ്ഞാൽ എനിക്ക് പേടിയായി. ആ കുളം എങ്ങനത്തെയാണ് എന്താണെന്നും അറിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് തന്നെ ആ കുളത്തിൽ പോയി ആകെ കൂടി കണ്ടു. ഒരു ദിവസം അവിടെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ കാല് കുറേ താഴ്ത്തി വെച്ചു. പിന്നെ ഇറങ്ങി പോയി. അവസാനം ആ കുളത്തിൻ്റെ ആഴെത്രയിലും കണ്ടു. പിന്നെ അതിൽ കുറേ നീന്തി കുളിച്ചു. പിന്നെ ദിവസവും ഈ മതിൽ നിന്ന് എടുത്ത് ചാടി നീന്തി കുളിക്കും. അങ്ങനെ ആ കുളത്തെക്കുറിച്ചുള്ള ഭയം എന്നുള്ളെന്ന് എന്നേക്കുമായിട്ട് അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ ആരെങ്കിലും ആ കുളത്തിൽ എന്നെ പിടിച്ചിടുന്നു നോക്കുമ്പോൾ എനിക്ക് പേടിയാവേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ മരണം എന്താണെന്നൊന്ന് അനുഭവിച്ചറിയണം. അതിനുവേണ്ടി ക്ലാസ് എടുക്കാറുണ്ട്. ക്ലാസ് എടുത്തിട്ട് അദ്ദേഹം മരണത്തിൻ്റെ ഓരോ സ്റ്റേജസും ധ്യാനത്തിൽ അതേമാതിരിയാണ് പോലും നമ്മൾ ദേഹം വിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ അതേ ഫിനോമിന തന്നെ മരണത്തിൽ നിന്നുള്ളതുകൊണ്ട് നമുക്ക് മരണഭയം ഇതുകൊണ്ട് ഇല്ലാതായി കിട്ടുന്നതാണ്. അങ്ങനെ ക്ലാസ് എടുക്കുന്ന ഗുരു എപ്പോഴെങ്കിലും ഒരു അന്തേവാസി മരിക്കുകയാണെങ്കിൽ, അങ്ങനത്തെ ചില സംഭവങ്ങൾ അദ്ദേഹം കാണുകയും ചെയ്യും. മരിക്കുമ്പോൾ കൂടെ ഇരുന്നിട്ട് ഗുരു ദേഹാണ്ട് വിട്ടിട്ട് ഈ ജീവൻ അവരെ പിന്നെ കൂടെ പോയിട്ട് ഇങ്ങനെ, ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ ഫസ്റ്റ് സ്റ്റേജിനതായിരിക്കും, സെക്കൻഡ് സ്റ്റേജിനതായിരിക്കും, ഒക്കെ കണ്ടില്ലേ, ഇപ്പോൾ തേർഡ് സ്റ്റേജ് ആകുമ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ, ഫോർത്ത് സ്റ്റേജ് ഞാൻ പറഞ്ഞിരുന്നില്ല, അതുപോലെ തന്നെയല്ലേ ഇത് ഫിഫ്ത്ത് സ്റ്റേജ് കണ്ടില്ലേ, ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ, അതുപോലെയാണെന്ന്. അപ്പോൾ ആ ജീവനും വലിയ പേടിയില്ല. അങ്ങനെ പോയി അവസാനം പ്രകാശൻ്റെ ആയിട്ടുള്ള ലോകം കാണുമ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നിൻ്റെ ശരീരം പ്രകാശസ്വരൂപമായി കണ്ടാണ്ടല്ലേ, ഇനി നീ പൊക്കോ, പേടിയില്ലല്ലോ, ഇപ്പോൾ പേടിയില്ല, വളരെ സന്തോഷം, ആനന്ദമാണെന്ന് പൊക്കോന്ന് പറയും. ഗുരു തിരിച്ച് ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് അങ്ങനെ ഓണരുത്. അപ്പോൾ ഇതിങ്ങനെ ഫിനോമിന. മരിച്ചു പോകുന്ന ആളുടെ കൂടെ അകമ്പടി സേവിക്കുക ഗുരു ദേഹം വിട്ടിട്ട്. അങ്ങനെ അകമ്പടി സേവിച്ച് അയാളുടെ ഭയം ഇല്ലാതാവുന്ന സ്ഥലം വരെ. ആദ്യം ക്ലാസ് എടുക്കുന്ന മാതിരി തന്നെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ടാണ് മരണം കഴിഞ്ഞ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ ജീവന് പോകുമ്പോഴും പേടിയില്ല, അവസാനം അങ്ങോട്ടും പേടിയില്ല. ഇങ്ങനെ ഒരു ഫിനോമിന ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരു എന്ത് ചെയ്തു, സോഗ്യാൽ റിംപോച്ചിയെ യൂറോപ്പിൽ പറഞ്ഞയച്ചു. നീ കുറച്ചധികം ആധുനിക ശാസ്ത്രം കൂടി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യൂറോപ്പിൽ പോയി. ഇംഗ്ലീഷ് ലാംഗ്വേജൊക്കെ ഭംഗിയായിട്ട് പഠിച്ചു. പിന്നെ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ജനറ്റിക്സ് എല്ലാം പഠിച്ചു. ആധുനിക സയൻസുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് അങ്ങനെ തിരിച്ചു വന്നു. വിദ്യാഭ്യാസം പൂർത്തിയായി തിരിച്ചു വന്നു. പിന്നെ ഗുരുകുലത്തിൽ ഇങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഗുരുവിൻ്റെ വിയോഗശേഷം അദ്ദേഹത്തിനൊരു തോന്നൽ, ഗുരുവിൻ്റെ ഈ വിദ്യ, അതായത് മരണഭയം ഇല്ലാതാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. എല്ലാവരെയും ഭയപ്പെടുത്തുന്ന രണ്ട് കാര്യമാണ് മരണം. അപ്പോൾ ഈ മരണഭയം ഇല്ലാതാക്കി കൊടുക്കുന്ന ഗുരുവിൻ്റെ ഈ സിസ്റ്റം ആദ്യം കേൾപ്പിക്കുക, പിന്നെ ധ്യാനത്തിൽ അത് അനുഭവിപ്പിക്കുക. അതിനുശേഷം മരിച്ചു പോകുമ്പോൾ ഗുരു അകമ്പടി സേവിക്കും കൂടി ചെയ്യുന്നുണ്ട്. ഗുരുവില്ല, പക്ഷേങ്കിൽ ഈ തിയറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ നോളജ് ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു സേവനമായിരിക്കും എന്ന് വിചാരിച്ച അദ്ദേഹം ഈ നോളജ് പോകരുതെന്ന് വിചാരിച്ച് ഒരു പുസ്തകമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ആ ഫിനോമിനെല്ലാം എഴുതിയുണ്ടാക്കിയതാണ് തിബത്തൻ ബുക്ക് ഓഫ് ദ ലിവിങ് ആൻഡ് ഡൈയിങ് എന്ന് പറഞ്ഞ പുസ്തകം. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ബുക്കാണ്, ചെറിയ പ്രിൻ്റാണ്. വായിച്ചാൽ വളരെയധികം ഉറക്കം വരും. ഒരു 1/4 ഭാഗം വായിക്കുമ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു, അത്ര ചെറിയ പ്രിൻ്റാവും. അപ്പോൾ അത് ആ കൂടി വായിച്ചാൽ ഏകദേശം എന്താണ് ഒരു ചെറിയ സ്വരൂപം കിട്ടുക, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വിഷയം. അപ്പോൾ സോഗ്യാൽ റിംപോച്ചിയുടെ തിബത്തൻ ബുക്ക് ഓഫ് ദ ലിവിങ് ആൻഡ് ഡൈയിങ് ബുക്കിൻ്റെ ചെറിയൊരു സമ്മറി, ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സമ്മറി. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ആദ്യം തന്നെ മരിക്കാൻ പോകുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റേജ് എന്താണ്, നമ്മളെ കയ്യിനും കാലിനൊന്നും നിയന്ത്രണം ഇല്ലാതെയാവുക. നമുക്ക് നിയന്ത്രണമില്ല.
ശ്വാസോച്ഛ്വാസം സ്വന്തം നിലയ്ക്ക് ഇങ്ങനെ നടക്കുന്നു, പക്ഷെ ഞാൻ ശ്വസിക്കുന്നു എന്ന് തോന്നുന്നില്ല. നമുക്ക് ശ്വാസം ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ എനിക്ക് നിയന്ത്രണമില്ല ശ്വാസോച്ഛ്വാസത്തിൻ്റെ മേലെ. ഇപ്പോൾ നമ്മളൊരു കാർ ഇങ്ങനെ ഓടിക്കുമ്പോൾ വഴി വിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ടുമ്പോൾ കാർ അങ്ങനെ പോകണം, നിൽക്കുന്നില്ല. ഇപ്പോൾ തിരിക്കുമ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുന്നു, അല്ലാതെ കാർ അതിൻ്റെ പാട്ടിലാണ് പോകുന്നത്, നമുക്ക് നിയന്ത്രണം ഇല്ലാതായി. അതുപോലെ ശ്വാസോച്ഛ്വാസം നടക്കുന്നു, കയ്യും കാലൊക്കെ അനങ്ങുന്നു, അതൊന്നും ഞാൻ അറിയുന്നില്ല. എൻ്റെ ഇൻഡിപെൻഡൻ്റ് ഓഫ് മൈ വിൽ ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് മൂവിങ്. ഇങ്ങനെ ഒരവസ്ഥ ഒന്നാമത്തെ. അപ്പോൾ ഈ ശ്വാസം ഇങ്ങനെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ പോകുമ്പോൾ എന്താ ശ്വാസം ഇങ്ങനെ എൻ്റെ കൺട്രോളിലില്ല, നിയന്ത്രണം വിട്ടുപോയി, അങ്ങനെ ശ്വാസം കഴിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ഉണ്ടായിരുന്ന ഒരു വിദ്യാവാചസ്പതി വി പനോളി സാർ അവരുടെ ഒരു ശിഷ്യനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, കണ്ണൂർക്കാരനായിരുന്നു. അദ്ദേഹം ക്യാൻസറായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ രാവിലെ ചെന്നപ്പോൾ ഇയാൾ എൻ്റെ കയ്യിൽ പിടിച്ചു. അയ്യോ സാറ് വന്നു, നന്നായി. എനിക്ക് എന്തോ അറിയില്ല, എൻ്റെ ശ്വാസത്തിന് കൺട്രോൾ കിട്ടുന്നില്ല, ശ്വാസം സ്വന്തമായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ തന്നെ ഞാൻ ഓടിച്ചെന്ന് എന്നെ ഫോൺ ചെയ്തു. അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടറെ ഞാൻ വിളിച്ച് കൊണ്ടേ കൊടുത്തു. അതിന് ശേഷം ഞാൻ പനോളി സാറ് എന്നെ രാമേന്ദ്ര സാർ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കുറച്ച് കുഴപ്പമാണെന്ന് തോന്നുന്നു, അപ്പോൾ സാറ് വരികയാണെങ്കിൽ കാണാമായിരുന്നു അദ്ദേഹത്തെ. പെട്ടെന്ന് കണ്ടാൽ ചിലപ്പോൾ വിത്തിൻ മിനിറ്റ്സ് ഈ മേ കിക്ക് ഹിസ് ബക്കറ്റ് എന്നാണ് തോന്നുന്നു, ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. അതോടുകൂടി അദ്ദേഹം പട്ടേൽ പ്രഭാകരൻ എന്ന് പറഞ്ഞ വേറൊരു പ്രഭാഷകൻ, അദ്ദേഹത്തെ വിളിച്ചു. രണ്ടുപേരും അവിടെ എത്തി. രാമേന്ദ്ര സാറ് ജസ്റ്റ് കണ്ടു, അപ്പോൾ തന്നെ ആൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ശ്വാസത്തിന് വല്ല കൺട്രോളില്ലല്ലോ ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ഈ സ്റ്റേജസ് ഈ പറയുന്നതൊക്കെ ഞാൻ പല ഡെത്ത്, ഒരു 10-45ഓളം ഡെത്ത് ഞാൻ നേരിട്ട് വാച്ച് ചെയ്യാനായിട്ട് നിന്നുണ്ട്. പിന്നെ ഡ്യൂട്ടിയിലുള്ളപ്പോൾ ഡെത്ത് വേറെ. അപ്പോൾ അതിൽ ഇത് ഇങ്ങനെ, അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ശ്വാസത്തിൻ്റെ മേലെ കൺട്രോൾ ഉണ്ടാവില്ല, കയ്യും കാലും ഇങ്ങനെ അനങ്ങുന്നു, പക്ഷേ എനിക്ക് നിയന്ത്രണമില്ല. പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചാൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ക്ലൗഡ് ഇങ്ങനെ, മാസ് ഓഫ് ക്ലൗഡ് ഇങ്ങനെ വന്ന് നിൽക്കുന്ന മാതിരി, അല്ല ആളെ തിരിച്ചറിയില്ല. അച്ഛാ അത് ഞാനാണ്, പത്മജയാണ്, ഞാൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ അച്ഛാ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ക്ലൗഡ് ഇങ്ങനെ. പിന്നെ ഈ ശബ്ദം മുഴുവൻ ഒരു ഹമ്മിങ് ആയിട്ട് മാത്രമേ തോന്നുള്ളൂ. വാക്കൊന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം. അമ്മയെ ഒന്ന് കണ്ണു തുറന്ന് നോക്കാം അമ്മയെ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഹമ്മിങ്, ഇങ്ങനെ ഒരു ക്ലൗഡ്, മാസ് ഓഫ് ക്ലൗഡ് ഇങ്ങനെ നിൽക്കുന്ന മാതിരി തോന്നുന്നു. അതാണ്. അപ്പോഴും ശ്വാസം ഇങ്ങനെ ഗ്യാസ്പിങ് തുടങ്ങിയിട്ടുണ്ടാവും, ഗ്യാസ്പിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതൊന്നും ഇയാൾ അറിയുന്നുമില്ല. അങ്ങനെ കുറേ കഴിയുമ്പോൾ അഗ്നി ഉണ്ട് ആളിക്കത്തുന്നു, ചുറ്റുപാടും അഗ്നി കൊണ്ടങ്ങനെ ആളിക്കത്തുക. അപ്പോൾ വിസ്മയത്തോടു കൂടി ഇങ്ങനെ അഗ്നി ആളിക്കത്തുന്നു നോക്കും. ഇതും അവിടെ ഉണ്ടായി. ഒരു വീട്ടിൽ അച്ഛൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മക്കളെ ചുറ്റുപാടും തീകുണ്ടങ്ങൾ ആളിക്കത്തുന്നല്ലോ എന്ന് പറഞ്ഞു വരും. അവരെൻ്റെ അടുത്ത് പറഞ്ഞതാ, സാറേ അച്ഛൻ മരിക്കാൻ നേരത്തെ അച്ഛൻ പറയാം അഗ്നി ചുറ്റുപാട് ആളിക്കത്തുന്നു, അവധിയിലുണ്ട്, അഗ്നി കൊണ്ട് ആളിക്കത്തുന്ന മാതിരി ഇങ്ങനെ തോന്നുന്നു അവർ. അത് കഴിഞ്ഞ് പിന്നെ ഒരു കൊടുങ്കാറ്റ്, ഭയങ്കര കൊടുങ്കാറ്റ്, ശീൽക്കാരത്തോടു കൂടി ഇങ്ങനെ വന്നിട്ട് കൊടുങ്കാറ്റടിക്കുന്ന ശീൽക്കാരങ്ങനെ വന്ന് അവസാനം അതോടുകൂടി ഇരുട്ട് ഇങ്ങനെ തുടങ്ങുന്നു. ഇരുട്ട് വ്യാപിച്ച് കൂരിരുട്ടായി കൊടുങ്കാറ്റൊക്കെ പോയി, കൂരിരുട്ടായി. ആ ഇരുട്ടിൽ നമുക്ക് യാതൊരു രക്ഷയില്ല, അങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ് ഇരുട്ടിൽ. ആ ഇരുട്ട് കുറേ സമയം കഴിയുമ്പോൾ അവിടെ അങ്ങനെ ഒരു ചെറിയ മൂൺ ലൈറ്റ് എന്നാണ് പറയും, മൂൺ ലൈറ്റിൻ്റെ പ്രകാശം. ആ ലൈറ്റ് വന്ന് കൂടി ഒരു പ്രത്യേക തരത്തിലുള്ള ഇൻറ്റൻസിറ്റി എത്തുന്ന സമയത്ത് ഇയാളെ ഉള്ളിന്ന്, മരിക്കുന്ന ആളുടെ ഉള്ളിന്ന് 3 ലൂമിനസ് ആയിട്ടുള്ള ഗ്ലോബ്സ്, തിളങ്ങുന്ന ഗ്ലോബ്സ് അങ്ങ് വിട്ടുപോകുന്നതാണ്. ഇതിൽ നിന്ന് അങ്ങ് വിട്ടുപോവുക, ഇയാളെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതോടുകൂടി ഇയാൾ പെട്ടെന്ന് തിളങ്ങാൻ തുടങ്ങി. ശരീരം മുഴുക്ക അങ്ങനെ ഒരു ഗ്ലിറ്ററിങ് മാസ് ഓഫ് ലൈറ്റ് മാത്രമായി തോന്നുന്നു. പോയി കഴിഞ്ഞ് അല്ലല്ല, ഈ ബോഡി നമ്മൾ ഈ ആൾക്ക് താനൊരു ലൈറ്റ് മാസ് മാത്രമായിട്ട് തോന്നുക. ഈ 3 ഗ്ലോബ് വിട്ടുപോയാൽ അത് ഇതിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് വിട്ടുപോവാണ്. റോക്കറ്റാണ് പറക്കുന്ന മാതിരി ഇതിൽ നിന്ന് അങ്ങ് വിട്ടുപോകുന്നതോടുകൂടി ഇയാളൊരു ലൂമിനസ് ബോഡി മാത്രമായി. ലൂമിനസ് ബോഡിയായി ഇങ്ങനെ ചുറ്റുപാട് നോക്കുമ്പോൾ പരമാനന്ദം എന്ന് പറയുന്നത്, അങ്ങനെ വൈബ്രൻ്റ് ആകുമ്പോൾ ഈ വൈബ്രേഷൻ മുഴുവനും പരമമായിട്ടുള്ളൊരു ബ്ലിസ്ഫുൾ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ മുന്നോട്ട് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ളൊരു പ്രകാശത്തിൻ്റെ പ്രപഞ്ചം കാണുമ്പോഴും അതൊക്കെ പരമാനന്ദം. ഉടനെ ഇവിടുന്ന് അങ്ങ് പറക്കുകയാണ് ആ പ്രപഞ്ചത്തിലേക്ക്, ആ പ്രകാശസ്വരൂപമായിട്ടുള്ള പ്രപഞ്ചത്തിലേക്കാണ് പറക്കുന്നത്. അതുവരെയാണ് നമ്മളെ ഗുരു കൂടെ പോവുക, അവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പ്രപഞ്ചത്തിലേക്ക് അങ്ങ് പറന്നു കഴിഞ്ഞ് പിന്നെ അവിടെ ഈ പ്രകാശത്തിൻ്റെ ആയിട്ടുള്ള ലോകത്ത് പ്രകാശപരമായിട്ടുള്ള ഈ ശരീരം കൊണ്ട് ഈ അവനവൻ്റെ ഇതും കൊണ്ട് മനോഹരമായിട്ട് ഇങ്ങനെ എന്താണ് എക്സ്റ്റസി എന്ന് പറഞ്ഞൂടെ, ഓരോ സെക്കൻഡിലും എത്രയാ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. പരയുടെ പാല് നോക്കുന്ന ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ കഴിയാണ്. എത്ര കാലമില്ലല്ലോ, കാലാതീതമാണ്. കുറേ കഴിയുമ്പോൾ ബാക്കിൽ നിന്ന് ഏതോ ഒരു പവർ ഇങ്ങനെ മാഗ്നറ്റിക് പവർ പോലെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരിക.
നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് വരും. വന്ന് 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 കുറേ എത്തിക്കഴിയുമ്പോൾ പ്രകാശം ഡിമ്മായി വരും. ഒരു പ്രത്യേക പ്രകാശമാകുമ്പോൾ ഈ വിട്ടുപോയ 3 ഗ്ലോബ് ഇയാളുള്ളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴേക്ക് ഇയാൾ ലൂമിനോസിറ്റി പോയി, പ്രകാശ സ്വരൂപം പോയി. പിന്നെ എന്തോ അറിയില്ല. പിന്നെ കുറേ കഴിഞ്ഞു ഒരു കൊടുങ്കാറ്റ് ഇങ്ങനെ അടിക്കുന്ന മാതിരി തോന്നും. കൊടുങ്കാറ്റ് ഇങ്ങനെ കട്ടടങ്ങുന്ന സമയത്ത് ഇരുട്ടി വ്യാപിച്ച്, ഭയങ്കര ഇരുട്ടി വ്യാപിച്ച് ആ ഇരുട്ട് ഇങ്ങനെ പോയി. പിന്നെ കൊടുങ്കാറ്റായി. ആ കൊടുങ്കാറ്റ് പോകുന്ന സമയത്ത് അഗ്നി കൊണ്ട് അങ്ങനെ ആളി കത്തുന്ന മാതിരി തോന്നും. പിന്നെ അതൊക്കെ കട്ടടങ്ങി കഴിയുമ്പോൾ ഒരു ക്ലൗഡ് പോലെ ഇങ്ങനെ പലതും കാണുക, പിന്നെ അമ്മിങ് പോലെ പല ശബ്ദം കേൾക്കുക. അപ്പോൾ കേട്ട് കയ്യും കാലൊക്കെ നിയന്ത്രണം ഇല്ലാതെ അടിക്കുക. കുറേ കഴിയുമ്പോൾ കൈയിൻ്റെയും കാലിൻ്റെയും മേലെ നിയന്ത്രണമായി. അപ്പോഴേക്ക് ഗർഭാശയത്തിനുള്ളിലാണ്. പിന്നെ പ്രസവിച്ച് വന്നിട്ട് കയ്യും കാലൊക്കെ അനക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ തിരിച്ചു വരാൻ ഒട്ടും ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. കാരണം തിരിച്ചു വരാൻ കാരണം എന്താണ്? ഇവിടുന്ന് പണ്ട് രജിസ്റ്റർ ചെയ്ത ഡിസയർ. കുഞ്ഞുകുട്ടിയമ്മയുടെ സാമ്പാർ കുറിച്ച് മതിയായില്ല ഭഗവാനെ. അതിൻ്റെ മുമ്പ് ഈ സാമ്പാർ കഴിക്കാനുള്ള ആഗ്രഹമായിരിക്കും കുക്ക് ചെയ്ത് കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. ഭയങ്കര സങ്കടമാവും എന്നാണ് പറയുന്നത്. സങ്കടമായിട്ട് ഇത്രയാണെന്ന് ഞാൻ ആഗ്രഹിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം പോണ സമയത്ത് ഇവിടെ പറഞ്ഞു, കുറച്ച് പിന്നെ എന്താണ് ബിരിയാണി ഉണ്ടാക്കിക്കോളും. ഇയാൾ പോയി. അപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കി കാത്തിരിക്കുകയാണ് വൈകുന്നേരത്തേക്ക്. ബിരിയാണി ഉണ്ടാക്കാത്ത ഇയാൾ വരുന്ന സമയത്ത് ഒരു ഫ്രണ്ട് പറഞ്ഞു, ഞങ്ങളെ സണ്ണിൻ്റെ ബർത്ത്ഡേ ലീല സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ കൂടെ വരണം. പിടിച്ചുകൊണ്ട് അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ച് തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ ഇത് കഴിക്കാൻ വെച്ചു കൊടുത്തപ്പോൾ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഇത് ഉണ്ടാക്കാൻ പറഞ്ഞു? ഉണ്ടാക്കാൻ പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ അവരോട് പറയണം, അയ്യോ ഞാൻ ഭാര്യയോട് പ്രത്യേകിച്ച് ബിരിയാണി ഉണ്ടാക്കാനൊക്കെ പറഞ്ഞാൽ കഷ്ടപ്പെട്ട് അങ്ങാടി പോയി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, പിന്നെ എന്ത് ചെയ്യാൻ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പം എനിക്കിത് ഈ ഭാഗ്യം ഇല്ലാതെ പോയി, അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറയാണ്. അങ്ങനെ അതുകൊണ്ട് ക്ഷമിക്കണം, എനിക്കിതിനുള്ള ഭാഗ്യമില്ല. അതുപോലെ ഇവിടെ അവിടെ ഈ സ്വർഗീയമായിട്ടുള്ള ഈ പ്രകാശ സ്വരൂപമായിട്ട് ഇരിക്കുന്ന ഇവിടെ മലമൂത്ര വിസർജനാദികളില്ല, ഉറക്കമില്ല, ആഹാരം കഴിക്കേണ്ട, കുളിക്കേണ്ട, സോപ്പിടേണ്ട, എണ്ണ തേക്കേണ്ട, ഒരു വസ്തുവില്ല. എന്നിട്ട് എന്തിനാ അങ്ങനെ ഈ സ്ഥലം വിട്ടുപോകുന്നു പറഞ്ഞ് കഷ്ടമായിപ്പോയി. എന്ത് ചെയ്യാനാ? കുഞ്ഞുകുട്ടിയമ്മയുടെ കുറച്ച് സാമ്പാർ കഴിക്കാനുള്ള മോഹം അവിടെ വിട്ടേച്ചാൽ പോകുന്നത്, അതപ്പോൾ വിളിക്കും. അല്ലെങ്കിൽ മോളെ കുട്ടീനെ ഓമനിച്ച് മതിയായില്ല, അല്ലെങ്കിൽ ഒരു AC കാറിൽ സഞ്ചരിക്കാനുള്ളൊരു മോഹം ബാക്കിയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയില്ല, എന്തെങ്കിലും ചെറിയ നിസ്സാരമായിട്ടുള്ള മോഹം. ആ മോഹം ഉള്ളിൽ കിടക്കുന്ന കാലം വരെ വി വിൽ ബി ബ്രോട്ട് ബാക്ക് എന്ന്. അപ്പോൾ സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് നമുക്ക് ചിക്കൻ ചില്ലി വേണമെന്ന് പറഞ്ഞാൽ ഉടനെ അവരുണ്ടാക്കാൻ തുടങ്ങും. ഉണ്ടാക്കി കഴിയുമ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബ്ലാക്ക് കാറ്റ്സ് വന്നിട്ട് നമ്മളെ പോക്കറ്റിന് അതിനുള്ള പൈസ എടുത്ത് നമ്മളെ കരടി പിടിച്ച് പുറത്താക്കും. എന്നിട്ട് അവരത് കഴിക്കുകയും ചെയ്യും. നമുക്ക് ഒരു രക്ഷയില്ല. അതുപോലെയാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതി ഉടനെ അത് പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഈ പ്രകാശസ്വരൂപമായിട്ടുള്ള ലോകത്തുനിന്ന് നമ്മളെ പിന്തിരിച്ച് കൊണ്ടിരുന്നത് വെറും ഈ ആഗ്രഹങ്ങളാണ്, നിസ്സാരമായിട്ടുള്ള ആഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് ഇവിടുന്ന് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലെ നമ്മുടെ ഐശ്വര്യം എത്ര മഹത്തായിട്ടുള്ള ഭാഗ്യമാണ് നമ്മളെ ഹെഡ് എന്ന് നമ്മൾ ഇവിടുന്ന് തന്നെ സെൻസ് ചെയ്തിട്ട് അവിടുന്ന് പിന്തിരിപ്പിക്കാനുള്ള യാതൊന്നും ഇവിടെ ഇടാതെ വേണം മുന്നോട്ട് പോകാൻ എന്ന് പറയാൻ കാരണം. അപ്പോൾ അത് ഏതുപോലെ വെച്ചാൽ വെള്ളപ്പൊക്കം വന്നു, അതുപോലെ സർവ്വ സ്ഥലത്തും വെള്ളം, വീടിൻ്റെ ഉള്ളിലും വെള്ളം. അപ്പോൾ അമ്മാവൻ്റെ വീട് ഒരു കുന്നുംപുറത്താണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. ഒരു നാഴിക പാടത്തൂടെ പോകണം, പാടത്തൊക്കെ വെള്ളമാണ്, ഈ പിന്നെ നെഞ്ച് വരെ വെള്ളമുണ്ട്. അപ്പോൾ അമ്മയും മോളുമാണ്. മോള് സാധനങ്ങളൊക്കെ എടുത്ത് പോയി വെള്ളത്തിലിറങ്ങി എങ്ങനെയൊക്കെയോ. കാരണം അവിടെ തന്നെ കുറേ ആപത്തുള്ള സ്ഥലങ്ങളായി. എവിടേക്കാണ് കുണ്ട്, എവിടേക്കാണ് കുളം, എവിടേക്കാണ് കിണറെന്നൊന്നും അറിഞ്ഞൂടാ. ഏതായാലും ബുദ്ധിമുട്ടി അതിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോയി മെല്ലെ പോയി അവസാനം ഒരു സ്ഥലത്ത് എത്തുകയാണ്. അമ്മാവൻ്റെ അവിടെ എത്തി. അപ്പോൾ ഈ ചളിവെള്ളമാണ്. ചളിവെള്ളത്തിൽ കൂടെ ഒക്കെ പോയി അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് നല്ലോണം സോപ്പിട്ട് ശരീരമൊക്കെ ശുദ്ധാക്കിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇരുന്നു. ഓക്കെ, ഏതായാലും നമ്മളിവിടെ എത്തിയാലും വളരെ നന്നായി എന്ന് അമ്മയും മോളും കൂടി തമ്മിൽ സംസാരിച്ച് അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ മോള് പറയും, അമ്മേ ചതിച്ചല്ലോ എന്ന് പറഞ്ഞു. എന്തേന്നു? കുഞ്ഞേട്ടൻ്റെ NOCയും അപ്പോയിൻമെൻ്റ് ഓർഡറും പാസ്പോർട്ടും എല്ലാം കൂടി ആ അട്ടത്ത് വെച്ചെടുക്കാൻ മറന്നല്ലോ എന്ന് പറഞ്ഞു. നിവൃത്തിയില്ലല്ലോ. എന്നാൽ മോളെ ഇനി രണ്ടാമത് ആലോചിക്കേണ്ട, ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. ആ പുതിയ വസ്ത്രമൊക്കെ ഇട്ട് അങ്ങനെ തന്നെ ചളിവെള്ളത്തിൽ ഇറങ്ങി തിരിച്ച് ഒരു നാഴിക വെള്ളത്തിൽ കൂടെ വന്ന് ഇവിടെ വന്നിട്ട് അട്ടത്ത് കയറി അതെടുത്ത് വീണ്ടും അങ്ങോട്ട് പോയി.
അപ്പം നമ്മൾ പോകുന്നതിൻ്റെ മുമ്പ് രണ്ടാമത് ഇവിടെ മടങ്ങേണ്ടി വരാത്ത വിധം വേണം പോവാൻ. എന്തെങ്കിലും ഒന്ന് മറന്നു വെച്ചാൽ അതിനു വേണ്ടി വരേണ്ടി വരും. അപ്പം ഈ ചളിവെള്ളത്തിൽ കൂടെ പോകാമെന്ന് പറഞ്ഞാൽ എത്ര പ്രയാസമുള്ള കാര്യം. പക്ഷേ നിർത്തിയില്ല, ഇവിടെ ഇത് എടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഇവിടെ നിർത്തിവെച്ചാൽ വീണ്ടും ആഗ്രഹം ഒരു പക്ഷേ കൊച്ചുകുട്ടിയെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. എന്നാൽ ഒരു കണ്ണും കൊണ്ട് വരാൻ പറ്റുമോ ആത്മാവിന്? പറ്റില്ല. കണ്ണ് വേണമെങ്കിൽ 2 കണ്ണും വേണം. ആ കണ്ണിനെ മാനേജ് ചെയ്യാൻ ഒരു ബ്രെയിൻ വേണം. അതിന് ആഹാരം കൊടുക്കാനൊരു വയറ് വേണം. വയറിനെ പ്രവർത്തിപ്പിക്കാൻ അതിന് ഹാർട്ട് വേണം. അപ്പോൾ ഇതിനെല്ലാം കൂടി പിടിക്കാൻ എല്ലും കൂടാരം വേണം. അതിനെ ഇതാക്കാൻ തൊലി വേണം. സർവ്വ അകമ്പടിയോടുകൂടിയാണ്. നമ്മളിപ്പോൾ നമ്മളെ മരുവാനിപ്പോൾ മന്ത്രിയായി നോക്കിയാൽ മന്ത്രിക്ക് ഒരു സദ്യ കൊടുക്കണം. അപ്പം ഈ വരണം എന്ന് പറഞ്ഞാൽ തലേദിവസം മുതൽ ഇവിടെ പോലീസുകാരും പട്ടാൾക്കാരും വരാൻ തുടങ്ങും. അവരൊക്കെ ടെൻ്റ് അടിച്ച് അവർക്കൊക്കെ ചാപ്പാട് കൊടുക്കണം തലേദിവസം മുതലേ. എന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അയാൾ വന്ന് ഒരു സദ്യ കൊടുക്കുമ്പോൾ അയാളെ കൂടെ പാർട്ടി പ്രവർത്തകരും മറ്റും മറിച്ചും സർക്കിൾ ഇൻസ്പെക്ടറും IG ഒക്കെ ഉണ്ടാവും. അവർക്കൊക്കെ സദ്യ കൊടുത്തോളണം. അപ്പോൾ ഒരാഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ബാക്കി എല്ലാവരും. അതുപോലെ ഒരു കാണാനുള്ളൊരു മോഹം, അല്ലെങ്കിൽ ഒരു മൂക്കുകൊണ്ടുള്ളൊരു മോഹം, അല്ലെങ്കിൽ നാക്കുകൊണ്ടുള്ളൊരു മോഹം, ചെവി കൊണ്ട് ആ രാഗം ഒന്നും കേട്ട് മതിയായില്ല. അതിനു വേണ്ടിയാ ഒരു ചെവി കൊണ്ടുവരാൻ പറ്റില്ല. ആ ചെവി വേണമെങ്കിൽ ദ ഹോൾ ബോഡി വി ഹാവ് ടു ക്യാരി. അകമ്പടി സേവിക്കും മറ്റുള്ളവർ. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ ബാക്കി എല്ലാറ്റിനെയും നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു വിഷമമുണ്ട് ഈ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ആഗ്രഹിക്കരുത്. ലെസ്റ്റ് ഇറ്റ് ഷുഡ് ബി ഗ്രാൻഡഡ് എന്നാണ്. എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് സാധിപ്പിച്ചു തരും പ്രകൃതി. പക്ഷേ ആ സാധിപ്പിച്ചു തരുന്ന രീതി വിൽ ബി ടെറിഫിക്. കൊണ്ട് തിരിച്ചു വരണം അതിന് വേണ്ടി. അപ്പോൾ നമ്മൾ പ്രകാശമുള്ള ഒരു സ്ഥലത്ത് ചെന്നാൽ പിന്നെ അവിടുന്ന് തിരിച്ചു വരണ്ടാന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ഹയർ ഗ്രേഡ്സ് ഉണ്ട്, ഹയർ റിവല്യൂഷൻ. അതിലങ്ങനെ അങ്ങോട്ട് പോകേണ്ടതാണ്. ഇറ്റേണൽ ആയിട്ടുള്ള ഒരു ജേണിയാണിത്. അപ്പോൾ അതിൻ്റെ മേലെ അവിടെ എത്തുമ്പോഴല്ലേ അതിൻ്റെ മേലെയുള്ള ക്വാളിറ്റീസ് എന്താണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഹൗ ടു ലിവ് ഇൻ ദിസ് വേൾഡ് എന്നാണ് രണ്ടാമത്തെ ഭാഗം ബുക്ക് പറയുന്നത്. അതായത് ലിവ് ഇൻ സച്ച് എ വേ ദാറ്റ് യു ആർ നോട്ട് അട്രാക്റ്റഡ് എനിമോർ ടു ദിസ് വേൾഡ്. റെപ്പറ്റേഷൻ ഉണ്ടാവരുതെന്നാണ്. അപ്പോൾ ഒരു ചായ കുടിക്കുന്ന സമയത്ത് പൂർണ്ണ ശ്രദ്ധയോടുകൂടി ചായ കുടിക്കും. ചായ കുടിക്കുമ്പോൾ ചായപ്പൊടി, പഞ്ചസാര ഒക്കെ പാടെ, പാല് എല്ലാം കൂടിയ കോമ്പിനേഷനിലുള്ള ഒരു സാധനം കുടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ശ്രദ്ധയോടുകൂടി കുടിക്കുക. കുടിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ഒരു ചായ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. ഇനി ഈ ചായ കുടിക്കാൻ രണ്ടാമതൊരു നാക്ക് എനിക്ക് വേണ്ട ആവശ്യമില്ല. അതിൽ പന്നീർ പുഷ്പമാണ്, താമരപ്പൂവാണ്, ഇതൊക്കെയാണ്. ഈ മൂക്കുകൊണ്ട് ഇത്രയും കാലം ഞാൻ ജീവിച്ചു. അതുകൊണ്ട് എന്തൊക്കെ ഗന്ധങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടോ ഇത്രക്കല്ലേ ഉള്ളൂ ഇനി ജന്മെടുത്താലും. അല്ലാതെ പുതിയ വല്ല ഗന്ധം ഈ ലോകത്തുണ്ടോ? ഇല്ല. അതുകൊണ്ട് രണ്ടാമത് ഇതൊക്കെ ആവർത്തിക്കാൻ വേണ്ടി ഒരു മൂക്കെടുക്കേണ്ട ആവശ്യം എനിക്കില്ല. അതുപോലെ എന്തെല്ലാം കളർ കണ്ടു, എന്തെല്ലാം രൂപങ്ങൾ കണ്ടു. ഇത്രയും രൂപങ്ങൾ കളറല്ലേ ഇനി എത്ര ജന്മെടുത്താലും കാണാമല്ലോ. അതെ. അപ്പോൾ ഇനി രണ്ടാമതൊരു കണ്ണ് എനിക്ക് വേണ്ട ആവശ്യമില്ല. അതിൽ ഇന്ന് വരെ തിന്നതിൻ്റെതായിട്ടുള്ള സ്വാദല്ലാത്ത വേറെ വല്ല സ്വാദും ഈ ലോകത്ത് കിട്ടാനുണ്ടോ? ഒന്നുമില്ല. എന്നാൽ പിന്നെ രണ്ടാമതൊരു നാക്കെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ തിന്നതിനെ തിന്നാനും കണ്ടതിനെ കാണാനും രണ്ടാമത് വരിക എന്ന് പറഞ്ഞാൽ വേണ്ടി തരല്ലേ. നേരെ മറിച്ച് ഇതിൻ്റെ അപ്പുറം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് എള്ളു വെച്ചാൽ തിരക്കില്ല. പക്ഷെ അതല്ല, ഹയറായിട്ടുള്ള ഫ്രീക്വൻസി റിയാലിറ്റീസ് ആർ എഹെഡ് വെയിറ്റിംഗ് ഫോർ അവർ ഇവല്യൂഷൻ, ഇവോൾവ്ഡ് സ്റ്റേറ്റ്. അപ്പോൾ അത് നമ്മൾ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ശ്രദ്ധയോടുകൂടി തപസ്സായിരിക്കണം നമ്മളെ ജീവിതം. തപസ് എന്ന് പറഞ്ഞാൽ ഐകാഗ്ര്യം പരമന്തവ, ഐകാഗ്ര്യം പരമന്തവ, കോൺസെൻട്രേറ്റഡ് ഫോമിലുമാണ്. എന്ത് കഴിക്കുമ്പോഴും കോൺസെൻട്രേറ്റ്, എന്ത് അനുഭവിക്കുമ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മുഴുവൻ ഹൃദയത്തോടു കൂടി അത് അനുഭവിക്കുക. ദുഃഖമാണെങ്കിലും ദുരിതമാണെങ്കിലും എന്താണെങ്കിലും സുഖമാണെങ്കിലും എന്തായാലും ശരി. അപ്പോൾ ഈ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ടൊന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ പതഞ്ജലി മഹർഷിയുടെ നിയമപ്രകാരം പിന്നെ ഭോഗം അപവർഗം എന്നാണ്. അപവർഗം അതായത് എന്തൊന്ന് അനുഭവിക്കുന്നു മുഴുവൻ ഹൃദയത്തോടു കൂടി നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ വാട്ട് ഫോളോസ് ഈസ് വൈരാഗ്യം എന്നാണ്. ഇത് ഇത്ര മതി, ഇത്രയല്ലേ ഉള്ളൂ ഇതിൻ്റെ, ഇനി ഇത് വേണ്ട എന്നാണ് മുഴുവൻ ഹൃദയത്തോടു കൂടിയാണ്. അപ്പോൾ ടൈറ്റാനിക് സിനിമ കാണാൻ പോയി, കൂട്ടുകാരനുണ്ട്. ഞാൻ ടൈറ്റാനിക് സിനിമ അങ്ങ് വിട്ടു, അത് തുടങ്ങുമ്പോഴേക്ക് കൂട്ടുകാരൻ പറഞ്ഞു, അല്ല ഞാൻ വാണിയംകുളത്ത് കാലിച്ചന്തയ്ക്ക് പോയിരുന്നു കേട്ടോ. എന്നിട്ടൊരു മോരുകുട്ടിയെ വാങ്ങി ഇങ്ങനെ പോകുന്ന സമയത്ത് രാത്രി 11 മണിയായി ഉണ്ടാവും. 2 കറുത്ത നായക്കൾ 2 ഭാഗത്ത് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുക. എനിക്ക് ആകെ പേടി, എന്തപ്പോൾ സംഗതി എന്ന് മനസ്സിലായില്ല. അപ്പോഴേക്ക് കപ്പലിങ്ങനെ എന്തോ ഈ കപ്പൽ കണ്ടില്ലേ പറഞ്ഞു, നീ പറയുന്നത് കേൾക്കണം കപ്പൽ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇയാളെ മനസ്സ് മുഴുവൻ അതില്ല. അപ്പോൾ ഇയാൾ പകുതി സ്ക്രീനിലും പകുതി ഇയാളെ പിന്നെ കാലിച്ചന്തയെക്കുറിച്ചാണ്. അങ്ങനെ ഇത് പറഞ്ഞൊക്കെ തീർന്നു. എന്തോ പകുതിയും പാതിരിയൊക്കെ കണ്ടു. അവസാനം സിനിമ കഴിഞ്ഞ് വരുമ്പോൾ ഓരോരുത്തർ പറയും, എന്തായാലും ആ കപ്പലാണ് നശിക്കുന്ന കാഴ്ചയൊക്കെ കാണേണ്ടതാണ്. അതെന്താ അതിൽ നിങ്ങളല്ലേ ഞങ്ങളെ മുമ്പിലിരുന്ന് നിങ്ങൾ കണ്ടില്ലേ? അല്ല ഞങ്ങൾ കാലിച്ചന്തയിലായിരുന്നു പകുതി ഓടി, രണ്ടും കണ്ടില്ല എന്ന്. അപ്പോൾ നമ്മൾ ഇനി ഒന്നും കൂടി കാണാൻ പോകണം.
ശരിക്കും കാണാത്തതുകൊണ്ട് നീ ഒന്നും കൂടി കാണാൻ പോകണം. അത് ഗംഭീരാന്ന് പറഞ്ഞു കേട്ടു. 3 മണിക്കൂർ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഫലം ഉണ്ടായില്ല. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ആരും അറിയാതെ ഒറ്റയ്ക്കൊന്ന് പോയി കണ്ടു മുഴുവനായി കണ്ടു. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അസലായിട്ട് കണ്ടോളൂ എന്ന് പറഞ്ഞു. നമുക്കൊന്നും കൂടെ പോയി ഇനി വേണ്ട, ആവശ്യമില്ല, ഞാൻ വേണ്ടവർ കണ്ടു വേണ്ട. അപ്പോൾ വേണ്ട മാതിരി അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അപവർഗം വൈരാഗ്യം വരുന്നതാണ്. നേരെ മറിച്ച് പകുതിയും പാതിരിയായിട്ട് അമൃതാനന്ദമയി അമ്മ പറയുന്ന മാതിരി പിന്നെ ഈ ഇത് വാങ്ങി, ഐസ് ഫ്രൂട്ട് വാങ്ങി, അത് ഇങ്ങനെ പിന്നെ വായിലിട്ട് ഇങ്ങനെ അലിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് എങ്ങനെയുണ്ട് മരുവളെ കല്യാണം, അയ്യോ അവളെ ആഭരണത്തിൻ്റെ കാര്യം കേൾക്കണ്ടേ, എന്തേ എങ്ങനെ അവസാനം ഈ കോലും വലിച്ചെറിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിച്ചൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഷോപ്പിലിരുന്നിട്ട് 2-3 പേര് കൂടിയിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്നു, 120 റുപ്യേൻ്റെ ഐസ്ക്രീമൊക്കെ ഉണ്ട്. അത് കൊണ്ടുവന്നിട്ട് ഇവരിങ്ങനെ തിന്നുമ്പോൾ എന്താണ് ഇവരെ മറ്റേ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് അവരെന്തായി, കള്ളക്കടത്തിൻ്റെ കാര്യമാണ്. എന്നിട്ട് എന്തായി, അന്നേരം പോലീസ് സംശയിച്ച് ഇങ്ങനെ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു എന്താ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഞാനോ, അതെന്താ? അതെ, ഞങ്ങളോട് പോലീസുകാരിവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ്? അല്ല, പോലീസുകാരനൊരു പാക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ ബോസ് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഇവിടെ. എന്ത് പാക്കറ്റ് ഇടാം? ഒരു 5000 റുപ്യ കൊടുക്കാമെന്ന്. അതെ എന്നാണ് തന്നത്. വേഗം വാങ്ങി പോക്കറ്റിൽ വെച്ചു. എന്നാൽ വേഗം ബോർഡ് കേട്ടോ, അവിടെ ഒന്ന് സംശയമായിട്ട് നിൽക്കരുത്. അന്ന് പോയി ആൾ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഐസ്ക്രീം ഇങ്ങനെ തിന്നുണ്ട്. എന്നിട്ട് ഈ കോലും വലിച്ചെറിഞ്ഞൊക്കെ കഴിഞ്ഞ് വെയിറ്റർ എന്ത് ചെയ്തു, ആ പ്ലേറ്റുകളും കൊണ്ടുപോയി. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഈ കഥ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എവിടെ പിന്നെ ഐസ്ക്രീം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്താന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാം. അപ്പോൾ മാനേജർ വന്നിട്ട്, സാർ ഐസ്ക്രീം നിങ്ങൾ തിന്നില്ലേ? ഞങ്ങളോ? എപ്പോൾ? ഇവിടെ കൊണ്ടുവച്ച് നിങ്ങൾ തിന്നിച്ചേ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഐസ്ക്രീം തിന്നു കഴിഞ്ഞു ബില്ല് കൊണ്ടുവന്ന സമയത്താണ് ഐസ്ക്രീം എവിടെ, ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഫുൾ അറ്റൻഷനോട് കൂടി ഒരു കാര്യം അറിഞ്ഞാലേ രണ്ടാമത് വേണ്ടാന്ന് വെക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ടോട്ടൽ അറ്റൻഷനോട് കൂടി വേണം എന്തും ഈ ലോകത്ത് അനുഭവിക്കാൻ. എന്നാൽ പിന്നെ ആവർത്തിക്കാൻ തോന്നില്ല എന്നാണ് അതിൻ്റെ നിയമം. അതാ പോലും അത് ടോട്ടലായിട്ട് നമ്മൾ അനുഭവിക്കാത്തതുകൊണ്ടാണ് ഇനിയും വേണം തോന്നാൻ കാരണം. അപ്പം ആഹാരം വയറ് നിറഞ്ഞ് കഴിച്ചാൽ പിന്നെ വേണമെന്ന് തോന്നുന്നു. അല്ല, അവിടെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ട്, അപ്പോൾ അവിടെയും കൂടി പോയി നമുക്കൊരു സദ്യ കഴിക്കാം. അയ്യോ ഇനി കഴിയില്ല എന്ന്, എത്രയാണെങ്കിലും ശരി കുറച്ച് പായസമെങ്കിലും പറ്റില്ല എന്നല്ലേ പറയുന്നത്, ചീത്ത വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ. നേരെ മറിച്ച് നമ്മൾ വേണ്ടത്ര കഴിച്ചില്ല എന്ന് വയ്ക്കാം, കുറച്ച് കഴിച്ചോളൂ. കാര്യം ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ബർത്ത്ഡേയും കൂടി ഉണ്ടെങ്കിൽ തിരക്കേടില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിൽ അമ്പലത്തിൽ കയറിയിട്ട് കുറച്ച് ശാപ്പാടും കഴിച്ച് പോരാ എന്ന് വിചാരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒന്ന് മുഴുവൻ ഹൃദയത്തോടു കൂടി ഐകാഗ്ര്യം പരമന്തപ ടോട്ടൽ അറ്റൻഷനോട് കൂടി ഒരു കാര്യം ശ്രദ്ധിച്ച് അനുഭവിക്കുകയാണെങ്കിൽ അത് പിന്നെ വേണ്ടി വരില്ല. വേണമെന്ന് പിന്നെയും തോന്നാൻ കാരണം ആദ്യം അത് വേണ്ട മാതിരി അനുഭവിച്ചില്ല എന്നർത്ഥാണ്. അതുകൊണ്ട് ഇനി രണ്ടാമത് പ്രകാശത്തിൻ്റെ ലോകത്ത് പ്രകാശസ്വരൂപിയായിട്ട് ഇരുന്ന് പരമാനന്ദം അനുഭവിക്കേണ്ട സ്ഥലം വിട്ടിട്ട് വീണ്ടും ഈ മാംസറായിട്ടുള്ള ശരീരത്തിൻ്റെ ഉള്ളിൽ കയറി ഈ ആഹാരം, തലവേന, മറിച്ച് മലമൂത്ര വിസർജനാദികൾ മുതലായ ഈ ഒരിക്കലും ഇഷ്ടമില്ലാത്തതായിട്ടുള്ള ഈ ഒരു തോൽപാത്രത്തിനുള്ളിൽ രണ്ടാമത് കടന്നു കൂടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. അപ്പോൾ അത് വീണ്ടും ഇതല്ലാതെ ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കാൻ കാരണം. പക്ഷേ അതിമനോഹരമായതിനേക്കാളും വലിയൊരു അവസ്ഥ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് അപ്പോൾ അതുകൊണ്ട് അത് അറിയിക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയെന്നാണ്. പിന്നെ ഹൗ ടു ലിവ് ഇൻ സച്ച് എ വേ ദാറ്റ് യു വോണ്ട് ഹാവ് ടു റിട്ടേൺ അറ്റ് ഓൾ, അങ്ങനത്തെ ഒരു അവസ്ഥ വരും വേണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയെന്നാണ്. അതുകൊണ്ട് ഹൗ ടു ലിവ്, ആദ്യം വാട്ട് ഈസ് എ ഫിനോമിന ഓഫ് ഡെത്ത്. ആ ഡെത്ത് എത്ര കണ്ട് പിന്നെ സ്വീറ്റാണ് അവസാനം. ആ സ്വീറ്റായിട്ടുള്ള സ്ഥലത്ത് ചെന്നതിന് ശേഷം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ബ്രിങ് അസ് ബാക്ക് ടു ലൈഫ്. അപ്പോൾ അത് ഇഷ്ടമില്ലാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിലാണ് തിരിച്ചു വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹൗ ടു ലീവ് ഫുള്ളി ഹിയർ, അതായത് തിരിച്ചു വരാത്ത വിധം എങ്ങനെ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാം മുഴു ഹൃദയത്തോടു കൂടി ടോട്ടൽ അറ്റൻഷനോട് കൂടി ഓരോന്നും അനുഭവിക്കുക. ഒരു യാത്ര പോകാന്ന് വെച്ചാൽ ചുറ്റുപാട് നോക്കിയിട്ട് ആ പദാർത്ഥങ്ങളൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. മലകളും മരങ്ങളും പിന്നെ പാടങ്ങളും ചെറിയ ചെറിയ കുടിലുകളും വലിയ വലിയ കെട്ടിടങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒക്കെ നമ്മളെ മുമ്പ് കൂടി ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇപ്പോൾ ഡൽഹി വരെ ട്രെയിനിൽ പോകാന്ന് വെച്ചാൽ എന്തെല്ലാം നമ്മളെ മുമ്പ് കൂടി കടന്നു പോകും. രാത്രിയാകുമ്പോൾ പട്ടണങ്ങളും അതിൻ്റെ പ്രകാശങ്ങളൊക്കെ അങ്ങനെ കടന്നു. അപ്പം എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഡൽഹി പോകണം ഒന്നും കൂടി. ഡൽഹി പട്ടണം കണ്ടു, അങ്ങോട്ടുള്ള യാത്ര ചെയ്യുമ്പോൾ വഴിയും കണ്ടു, ഇനി പോകേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് അവിടെ കിടന്നുറങ്ങി അങ്ങോട്ട് ചീട്ട് കളിച്ചുകൊണ്ട് 5-6 മണിക്കൂർ ചിലവാക്കി. അയ്യോ ആ പിന്നെ മറ്റേ പുല്ല് പിന്നെ ഇതുണ്ടല്ലോ ഒരുപാട് മൺകൂമ്പാരങ്ങളായിട്ട് ചമ്പൽക്കാട് എന്താ അല്ലേ ചമ്പൽക്കാട് അതെന്തായിരുന്നു? അയ്യോ നിങ്ങൾ കണ്ടില്ലേ? ഇല്ല ഞങ്ങൾ ചീട്ട് കളിക്കായിരുന്നു. അത് ചമ്പൽക്കാടും ചമ്പൽ നദിയും ഒക്കെ കടന്നു പോയത് വരെ അറിഞ്ഞില്ല. ഏതായാലും ഇനി വരുമ്പോൾ ആവാം. ഒന്ന് കുറച്ച് ബാക്കി വെച്ചു, അത് അടുത്ത പ്രാവശ്യം ആവാം.
പരീക്ഷയിൽ പിന്നെ സോഷ്യൽ സ്റ്റഡി പിന്നെ എഴുതാം, കണക്ക് പിന്നെ എഴുതാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുട്ടി ഒറ്റതിൽ അടിക്കെല്ലാം തീർത്ത് പോരാവുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെയുള്ള ക്ലാസ് ഉണ്ടെന്ന് അറിയില്ല കുട്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് ഹൗ ടു ലിവ്, ഹൗ കെയർഫുള്ളി വി ഹാവ് ടു ലിവ് ഇൻ ദിസ് വേൾഡ് ഔട്ട്സൈഡ്. ഫിസിക്കലായിട്ടുള്ള ജിജ്ഞാസ, മെൻ്റലായിട്ടുള്ള ജിജ്ഞാസ, ഇൻ്റലക്ച്വൽ ജിജ്ഞാസ, ഇതൊക്കെ കട്ടടങ്ങണമെന്നാണ്. ജിജ്ഞാസ നിവൃത്തി വരണം എന്നാണ്. ജിജ്ഞാസ നിവൃത്തി വന്നാൽ പിന്നെ ജിഹാസ നിവൃത്തിയാണ്, പിന്നെ പ്രേപ്സ നിവൃത്തി, ചികിത്സ നിവൃത്തി, ഇങ്ങനെ പല നിവൃത്തികളുണ്ട്. അതായത് ഇതിൽ ഇത്രയേ ഉള്ളൂ എന്നറിയാം. അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇനി എന്താണുള്ളത് എന്നുള്ള ചോദ്യം വരുന്നതാണ്. ശങ്കര ഭഗവത്പാദർ ആത്മബോധം എന്നുള്ള പുസ്തകം എഴുതുമ്പോൾ അതിൽ ഒന്നാമത്തെ ശ്ലോകം, തപോഭി ക്ഷീണപാപാന, തപസ്സുകൊണ്ട് പാപം ക്ഷീണിപ്പിച്ച് ആളും, ശാന്താന, ശാന്തനായിട്ടുള്ള ആളും, രാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുള്ള ആളും, മുമുക്ഷുവായി ഇതിനൊക്കെ ലിബറേറ്റഡ് ആയി ഇനി എനിക്കാവില്ലത് ആവർത്തിക്കാൻ, ഇതിനൊന്നും രക്ഷ കിട്ടാൻ എന്തുണ്ട് മാർഗം. അങ്ങനെ ഒരാൾ അപേക്ഷിച്ചാൽ മാത്രം ആത്മബോധം കിട്ടിയത് അവർക്ക് പറഞ്ഞു കൊടുത്താൽ ഫലിക്കുന്ന പറയും. തപോഭി ക്ഷീണപാവാന ശാന്താന വിതരാഗണ മൂക്ഷുണ അപേക്ഷയും ആത്മബോധം കിട്ടിയത്. അല്ലാതെ ഇവിടെ കുറേ അനുഭവിക്കാണ്ട് അതുണ്ട് ഇതുണ്ട് വിചാരിക്കുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. വാട്ട് നോൺസെൻസ് ഈസ് ടോക്കിംഗ് എന്നാ പറയാം. ഇവരൊക്കെ മനുഷ്യരെ വഴി പഠിപ്പിക്കാൻ പോകുന്നത് ശരിക്കത്. കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം വേണം ഇങ്ങോട്ട് ചോദിക്കണം, എന്നാലേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ അങ്ങോട്ട് ഒന്ന് മോശമാർഗം ഒന്ന് കുറച്ച് കേട്ടോളൂ പറഞ്ഞിട്ട് ഇയാൾക്ക് എൻ്റെ വട്ടാൻ തോന്നുന്നു. നേരെ മറിച്ച് അവർ അറിയാനുള്ളതൊക്കെ അറിഞ്ഞു, കേൾക്കാനുള്ളതൊക്കെ കേട്ടു, കാണാനുള്ളതൊക്കെ കണ്ടു, ന്യായമായിട്ടുള്ള എല്ലാം അറിഞ്ഞ് പരിപൂർണമായി. ഞാൻ ഇപ്പോൾ ഇവിടെ ഇനി ഒന്നുമില്ല, അത്രയേ ഉള്ളൂ, ഇനി ഇതിൻ്റെ അപ്പുറം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അപ്പുറമാണ് ശരിക്കുള്ളത്. ഇത് ഓൺലി ട്രാൻസിയൻ്റ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ഫോർ എഡ്യൂക്കേറ്റിംഗ് യു ടു ഗെറ്റ് എലിജിബിലിറ്റി ഫോർ ദ ഹയർ ഫ്രീക്വൻസി. അപ്പോൾ അത് മാത്രമാണ് ഇത്, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആ സമയത്ത്. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ലിവ് ഇൻ സച്ച് എ വേ ദാറ്റ് യു വോണ്ട് ഹാവ് എനി ഡിസയർ രജിസ്റ്റേർഡ് ഫോർ കമ്മിങ് ബാക്ക്. അത് മാത്രമാണ്. തിരിച്ചു വരാനുള്ള യാതൊരു ആഗ്രഹത്തിനും പിന്നെ അടിത്തറയിടാതെ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ പോകാം. ടോട്ടലി യു ആർ ഫ്രീ ടു മൂവ് ഫ്രം ഹിയർ. ഇപ്പം മരിക്കാൻ ചെപ്പോൾ മരിച്ചോ, നാളെ മരിക്കാൻ വെച്ചാൽ നാളെ മരിച്ചോട്ടെ എന്ന്. ഞാൻ സാധനം പിന്നെ ബാഗൊക്കെ കൊണ്ട് യാത്ര ലോങ് ജേണിയൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ അരയിൽ നമ്മളെ പൈസയും പിന്നെ ഈ പാസ്പോർട്ടിൻ്റെ കോപ്പി ഇതൊക്കെ, അതും പിന്നെ നമ്മളെ ഇറ്റിനറി ഉണ്ടാവുമല്ലോ അതും ഇതിൽ വയ്ക്കും. മറ്റൊക്കെ പെട്ടി, ആ പെട്ടി ആകെ കൊണ്ടുപോയാലും എനിക്ക് നത്തിങ്, ഒരു നഷ്ടമില്ല. കാരണം ഈ പൈസ കൊണ്ട് നമുക്ക് മുണ്ടോ പായോ എന്ത് വേണമെങ്കിലും വാങ്ങാം. പിന്നെ നമ്മളെ ഐഡൻറ്റിറ്റി നമ്മളെ കയ്യിലുണ്ട്, പിന്നെ ഇതും ടിക്കറ്റ് നമ്മളെ കയ്യിലുണ്ട്. നേരെ മറിച്ച് അത് ബാഗിൽ വെച്ചാൽ ഇതാവുമ്പോൾ അത് പോവില്ലല്ലോ. അപ്പം അതുപോലെ നമുക്കൊരു നഷ്ടം രണ്ടാമത് ഇവിടെ വരാൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത് ഒന്നും നമ്മൾ വെക്കരുത്. എപ്പോഴും റെഡി ആയിരിക്കണം. ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്നാണ്. അപ്പോൾ നമ്മളെ ഡിവിനൈസ് ചെയ്യാനാണ് പ്രകൃതി നിലനിൽക്കുന്നു എന്നാണ്. ഡിവിനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സത്കരിക്കുക, സത്താക്കി മാറ്റുക എന്നാണ്. സത്ത് എന്ന് പറഞ്ഞാൽ സ്വരൂപജ്ഞാനം സ്വാതന്ത്ര്യമാണ്. അപ്പോൾ സ്വരൂപജ്ഞാനം സ്വാതന്ത്ര്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് സത്വഗുണം. അപ്പോൾ ആ സത്വഗുണത്തിലേക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാനുള്ളതായ പ്രക്രിയയാണ് ജീവിതം എന്ന് പറയുന്നത്, പ്രകൃതി. അതുകൊണ്ട് പ്രകൃതിയോട് സത്കാരമാണ്. ഈ സൽക്കാരമായിട്ട് നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ നമ്മളെന്ത് അതിഥികളായിട്ട് നിന്ന് കൊടുക്കണം. അതിഥി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിലധികം താമസിക്കാത്ത ആൾ എന്ന് പറഞ്ഞാൽ ഭാവിയും ഭൂതവും ഇല്ലാത്ത ആളാണ്. വൺ ഹൂ ലീവ്സ് ഇൻ ദ പ്രസൻറ്റ് ടോട്ടലി. അങ്ങനത്തെ ഒരാളെ മാത്രമേ പ്രകൃതിക്ക് ഡിവിനൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ വി മസ്റ്റ് ബി ആൻ അതിഥി ആൻഡ് ദ പ്രപഞ്ചം ജീവിതം എന്ന് പറഞ്ഞ ഒരു സൽക്കാരമായിട്ട് അനുഭവപ്പെടണമെന്നാണ്. അപ്പോൾ ലിവ് ഇൻ ദ പ്രസൻറ്റ്, ലേൺ ഫ്രം ദ പാസ്റ്റ്, പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ, ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്നാണ്. നമ്മൾ പ്ലാൻ നടന്നോളണമെന്നില്ല. നമ്മൾ പഠിച്ച പാഠങ്ങളോടുകൂടി ലിവ് ഇൻ ദ പ്രസൻറ്റ് ടോട്ടലി. ഇന്ന് മരിക്കാൻ തയ്യാറാവുക. ഐ എം റെഡി ടു ഡൈ ടുഡേ. വൈകുന്നേരം ആകുമ്പോൾ ഐ എം റെഡി ടു ഡൈ ദിസ് നൈറ്റ്. എപ്പോഴും മരിക്കാൻ ഞാൻ തയ്യാറാണ്. നോക്കുക, അയ്യോ മരണത്തിന് ആയിട്ടില്ല, ബിക്കോസ് ഓഫ് ദീസ് തിങ്സ്. അങ്ങനെ എന്തൊക്കെയാണ് എന്നെ മരണത്തിനെതിരെ നിൽക്കുന്നത്, മരണം ഇപ്പോൾ പറ്റില്ല എന്ന് പറയുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് ഞാൻ മരിക്കുകയാണെങ്കിൽ ഇന്ന വിധത്തിൽ അങ്ങനെ തീരുമാനിച്ചു വയ്ക്കുക. അപ്പോൾ വി ആർ ഫ്രീ. അപ്പോഴേ നമ്മൾ സ്വതന്ത്രമായിട്ട് നിൽക്കുള്ളൂ. പിന്നെ യാതൊരു ആഗ്രഹങ്ങളും രജിസ്റ്റർ ചെയ്യാതെ എപ്പോഴും റെഡി ആയിട്ടിരിക്കുകയാണ് വെച്ചാൽ എപ്പോൾ മരിച്ചാലും ഇറ്റ് വിൽ ബി എ വെരി ഹാപ്പി എൻഡിങ്. എന്നിട്ട് നമ്മളെ ഈ ഫിനോമിനെ കൂടെ കടന്നു പോയിട്ട് അവസാനം പ്രകാശൻ്റെ ആയിട്ടുള്ള ലോകത്ത് പ്രകാശസ്വരൂപിയായിട്ട് എത്തും. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം ഇവിടുന്ന് മാക്സിമം. ഇപ്പോൾ ശൃംഗം രാധി രതി രസാനാം ശൃംഗാരാഹ എന്നാണ്. ദ ഹയസ്റ്റ് പീക്ക് ഓഫ് എൻജോയ്മെൻറ്റ് അവൈലബിൾ ഈസ് ദിസ് എന്നാണ്. നേരെ മറിച്ച് ആ ഒരു മൊമെൻ്റ് ഈസ് എക്സ്പാൻഡഡ് ത്രൂ ഔട്ട്. അത് ഇറ്റേണലായിട്ട് നിൽക്കുന്നതാണ് ആ അവസ്ഥ എന്ന് പറയുന്നത്. ഈ സട്ടിൽ ബോഡി പോയി കഴിഞ്ഞാൽ അതിൻ്റെ വൈബ്രൻ്റ് പരമാനന്ദമായിട്ടുള്ളതാണ്. ഇതാണ് സോഗ്യാൽ റിംപോച്ചെ ആ ബുക്കിൽ പറയുന്നതിൻ്റെ ഒരു ചെറിയ രത്ന ചുരുക്കം.
ആഹാരം കഴിച്ചവർക്ക് ഉടനെ ചോദിച്ചാൽ വേണ്ട. പക്ഷെ അവർ പട്ടിണി കിടക്കുന്ന ഒരാളാണ് ഇരിക്കട്ടെ, അയാൾക്ക് ആഹാരം നേരെ കിട്ടുന്നില്ല. അപ്പം അയാൾക്ക് ആ ഡിസയർ വന്ന് എപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും? ഇന്ദ്രിയ ഭോഗ സുഖങ്ങളൊന്നും വേണ്ടത്ര ലഭിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുന്നത് വരെ ജീവിതങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു, ജന്മജന്മാന്തരങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞ് ഇതൊക്കെ കണ്ടു വേണ്ടത്ര ആയിക്കഴിഞ്ഞു, ഇനി വയ്യ, ഇനി ഇതിൻ്റെ അപ്പുറം വല്ലതും ഉണ്ടോ ആവോ എന്ന് ചോദിക്കുമ്പോഴേ ഈ ആദി തത്വങ്ങൾ പറഞ്ഞാൽ ഏൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുവരെ ഏൽക്കില്ല. അതുകൊണ്ടാണ് മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ വലിയ വലിയ അവതാരങ്ങളാണെങ്കിൽ പോലും പലതരം കർമ്മ പദ്ധതികളും ആശ്രമങ്ങളോട് ചേർത്തുണ്ടാക്കും. കാരണം ഇങ്ങനത്തെ ആൾക്കാർ ഇതിൽ താല്പര്യം കാണിക്കുകയും ചെയ്യും, പക്ഷേ വാസന തീർന്നിട്ടുമില്ല. അപ്പോൾ അവരെ വാസന തീർക്കാനുള്ള കർമ്മങ്ങളൊക്കെ ഈ ആശ്രമം മുഖേന ചെയ്യാം. അപ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവനും ഗുരുവിലും ഗുരുവിൻ്റെ മഹത്തായിട്ടുള്ള ആ കാര്യങ്ങളിലുമായിരിക്കും. അപ്പോൾ ഈ വാസന തീരുമ്പോൾ അവർ ദേ വിൽ ബി ഓട്ടോമാറ്റിക്കലി ഗ്രാവിറ്റേറ്റഡ് ടു എ ഹയർ ഐഡിയോളജി. അപ്പം അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആശ്രമങ്ങളിലൊക്കെ സേവനം വേണമെന്ന് പറയുന്നത്. പോണമെന്നില്ല, പെട്ടെന്നായിരിക്കും. പെട്ടെന്ന് ഇതൊക്കെ കഴിഞ്ഞ് നേരെ അങ്ങ് പോയി എന്ന് വരും. നേരെ അങ്ങ് പോയി, അതായത് ഈ ടോട്ടൽ ബ്ലാക്ക് ഔട്ടായി കഴിഞ്ഞതിന് ശേഷം ആ ജീവന് ആ വെളിച്ചം ഇങ്ങനെ കൂടി വന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ 3 ഗ്ലോബ് വിട്ട് പോയി. ആ സമയത്ത് ഗ്ലിറ്ററിങ് ആയിട്ടുള്ള അവസ്ഥ വന്നിട്ട് അങ്ങ് പോവുക ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഈ വിട്ടുപോകുന്നത് എന്താണ്? കാമം, ക്രോധം, ലോഭം, 3 എണ്ണമാണ്. കാമക്രോധശ്ച ലോഭശ്ച ദേഹേ തിഷ്ഠന്തി തസ്കരാഹ ജ്ഞാനരത്നോപഹാരായ തസ്മാ ജാഗ്രത ജാഗ്രതാണ്. 3 എണ്ണം. കാമം, ക്രോധം, ലോഭം. കാമം എന്ന് പറഞ്ഞാൽ എനിക്ക് അത് വേണം, എനിക്കിത് വേണം, എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്, എനിക്കിതിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ള തോന്നലാണ് കാമം എന്ന് പറയുന്നത്. ക്രോധം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ആഗ്രഹത്തിന് എതിരെ നിൽക്കുന്ന ഘടകങ്ങളോടുള്ളതായ മനോഭാവമാണ്. ലോഭം എന്ന് പറഞ്ഞാൽ കിട്ടിയ പോരാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളൊരു സ്ഥലം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം അതാരുടെയാന്ന് ചോദിക്കും, അതും വിൽക്കാൻ വെച്ചാൽ അതും കൂടി കിട്ടിയാൽ തിരക്കടില്ല. ഇങ്ങനെയാണ്. അതുപോലെ ഒരു പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കൂടെ ആ മറ്റേ കുട്ടി ആരാ, അത് അയൽവീട്ടിലെ, അതെന്താ ചെയ്യണം, അത് തിരക്കടില്ലല്ലോ, അപ്പോൾ അത് വേണമെന്നുള്ള തോന്നുന്നു. എപ്പോഴും അങ്ങനെയാണ് മനസ്സിൽ. ലോഭം ഒന്ന് കിട്ടിയാൽ അത് പോരാ, മറ്റേ വേണം, അത് കിട്ടിയാൽ അത് പോരാ എന്നുള്ളതാണ്. ഒരു മന്ത്രി ആയിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആവാൻ എന്തുണ്ട് മാർഗം തന്നെ. മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി ആവാൻ തന്നെ, ആയിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി ആവാൻ പറ്റുമോ, ഇങ്ങനെ ലോഭം എന്ന് പറയുന്നതാണ്. ഒന്ന് കിട്ടിയാൽ 2 വേണം. അതെ, ഒരു ഡിസയറും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ ഡിസയറൊക്കെ തീർന്നു, ജീവിക്കാൻ പറ്റുമോ? അതെ, ഒരു കൊച്ചു ഡിസയർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒരു ഡിസയർ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെ ഡിസയറൊക്കെ തീർന്നു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ആയുസ് ബാക്കിയുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ സെർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. ഒരു തോണി മറിഞ്ഞു, അതിന് നമ്മളെങ്കിലും നീന്തി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിച്ച് പോവല്ല ചെയ്യുക, വേറെ ബാക്കിയുള്ളവരെയും കൂടി രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ചെയ്യുക. അതുപോലെ നമുക്ക് ജ്ഞാനോദയം ഉണ്ടായി ലോകത്തിലെ പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ, അയ്യോ ഈ അത്ഭുതകരമായിട്ടുള്ളൊരവസ്ഥ ബാക്കിയുള്ളവർക്കും കൂടി ബോധ്യപ്പെടുത്തി കൊടുത്ത് അവിടെയും കൂടി രക്ഷിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ലോകസംഗ്രഹാർത്ഥം നമ്മൾ ഡബിളി ആക്റ്റീവ് ആവുന്ന പറയും. നമ്മളെ ആക്ഷനൊക്കെ തീർന്നു, നമ്മളെ കർമ്മമൊക്കെ തീർന്നു കഴിഞ്ഞാൽ വി വിൽ ബി ഡബിളി ആക്റ്റീവ്. കാരണം അവനവന് ചെയ്യുന്നേക്കാളും ആരാനും വേണ്ടി ചെയ്യുമ്പോൾ വളരെയധികം കർമ്മശേഷി ഉണ്ടാവുന്നതാണ്. ഇപ്പം എൻ്റെ മകന് സുഖമില്ല എന്ന് പറഞ്ഞു കേട്ടു, ഒരു കുപ്പി ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഓടാനും കഴിയില്ല, നടക്കാനും കഴിയില്ല, അവിടെ തന്നെ ക്ഷീണിച്ചു പോയില്ല. നേരെ കുറച്ച് അയൽക്കാരുടെ ഓട്ടിയിട്ട് അവിടെ ബ്ലഡ് ഉണ്ടാക്കി കൊടുക്കലും എല്ലാം കൂടി ചെയ്യുമ്പോൾ അവനൊരു സ്പോർട്സ് സ്പിരിറ്റാണ്. ഇപ്പോൾ ഡോക്ടർമാർ ഒരു ഗർഭാശയം പൊട്ടിയിട്ട് 19 വയസ്സായുള്ള ഒരു പെൺകുട്ടിയെ ഒരിക്കൽ കൊണ്ടുവന്നു പ്രസവത്തിൽ. അത് ഷി വാസ് ഡൈയിങ്. ആ സമയത്ത് ഞങ്ങൾ ഡ്യൂട്ടിയാണ്. ആ സമയത്ത് എന്ത് ചെയ്തു, ഔസർജൻസ് തന്നെ സ്വന്തം പോയി ബ്ലഡ് ഗ്രൂപ്പൊക്കെ നോക്കി 5-8-10 ബോട്ടിൽ ബ്ലഡ് വന്ന് കാലിൽ കൂടിയും കയ്യിൽ കൂടിയും പമ്പ് ചെയ്ത് ഏകദേശം 90 സിസ്റ്റോളിക് BP ഉണ്ടായി. അപ്പം തന്നെ സബ് ടോട്ടൽ ഹിസ്റ്ററക്ടമി ചെയ്ത് കുട്ടി ഒരു 9 മണി രാവിലെ 9 ആയപ്പോഴേക്ക് ആൾ രക്ഷപ്പെട്ടു. പിന്നെ BB ഒഴിച്ച സമയത്ത് എൻ്റെ മുടി കേട്ടു, നാക്ക് നീട്ടാൻ പറഞ്ഞു, നാക്ക് ഷീ വാസ് എസ്കേപ്ഡ്. ഔസർജൻ സ്വന്തം ബ്ലഡൊക്കെ കൊടുത്തിട്ടാണ് ആൾ രക്ഷപ്പെടുന്നത്. എല്ലാം ശരി. അപ്പോൾ ആ സമയത്ത് വീട്ടുകാർ മുഴുവനും രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ അവിടുന്ന് വിട്ട്, നിങ്ങൾ ഏതായാലും മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിൽ എന്തോ അറിയില്ല, ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം കൂടി അവിടെ കിടക്കുക, അവിടെ ഇവിടെ എല്ലാം കൂടി നേരം വിളിച്ചായിട്ടും അവരിങ്ങനെ കിടന്ന് ആകെ നിരാശരായിട്ട് അവശരായിട്ട് കിടക്കുകയാണ്. പക്ഷെ ഞങ്ങളൊക്കെ ഭയങ്കര സ്പോർട്സ് ഫിറ്റ്,
നല്ലൊരു കുട്ടി 19 വയസ്സായുള്ള കുട്ടി, നമുക്ക് അതിനെ എങ്ങനെയായാലും രക്ഷപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു ഓരോരുത്തർ ഓട്ടം ഓക്സിജൻ കൊടുക്കുക, അവിടെ അടുത്ത് കൊടുക്കുക, മറ്റൊക്കെ ഫുട്ബോൾ കളിക്കുന്ന മാതിരി ഓരോരുത്തർ ഓടലും. അപ്പോഴേക്ക് ആസ്റ്റിമിൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു അതിനെ ഓടി ഒരാൾ അപ്പം തന്നെ അത് സ്റ്റാർട്ട് ചെയ്തു, മറ്റൊരു സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്ക് ബ്ലഡ് വേറൊരു കുപ്പി കൊണ്ടുവന്ന് അത് തീ കൂടെ കാൽ കൂടെ അടിച്ചു കയറ്റാൻ പോകും. അങ്ങനെ ഭയങ്കര സ്പോർട്സ് സ്പിരിറ്റ് ആയിരുന്നില്ല. ഞങ്ങൾക്ക് ഒരു സങ്കടമില്ല, ദുഃഖമില്ല, വളരെ ഇൻസ്പയറിങ്. ഞങ്ങളാരും അല്ല, അവൾ ചത്താലും ജീവിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല, പക്ഷെ അവൾ ഭയങ്കര സ്പിരിറ്റ്. ഇതുപോലെയാണ് അവനവന് സ്വന്തമായിട്ട് ഇനി യാതൊന്നും സാധിക്കാനില്ല, എല്ലാ ആഗ്രഹങ്ങളും തീർന്നു. അപ്പോൾ വേറൊരാൾക്ക് വേണ്ടി വിൽ ബി ഡബിളി ആക്റ്റീവ് എന്നാണ്. കാരണം കുറച്ച് ആഗ്രഹങ്ങൾ കഴിയാത്ത ഒരാളാണെന്ന് വെച്ചാൽ വീണ്ടും അതിന് ജന്മെടുക്കുക മാത്രമേ രക്ഷയുള്ളൂ. വീണ്ടും ജന്മെടുക്കേണ്ടി വരും. അതുകൊണ്ട് ആഗ്രഹങ്ങൾ സാധിച്ചു കഴിഞ്ഞ് പിന്നെയും നമ്മൾ മോഹിക്കാതിരിക്കാൻ വേണ്ടിയാണ് സത്സംഗം വേണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ മലപ്പുറം ജില്ലയിലെ മാതിരി ഒന്ന് വിചാരിച്ചു പക്ഷെ വേറെന്നാ സാധിച്ചത്, ഇനി ആദ്യം വിചാരിച്ചത് സാധിക്കാൻ ഒരു ജന്മം കൂടി വേണമെന്ന് വിചാരിക്കുന്നത്. എല്ലാ ജന്മവും അടിയങ്ങളെ നീ ഒന്നായി ചേർക്കണേ മണിവർണ്ണാന്ന് പാട്ട് പാടുന്നില്ലേ, പാഹി മുകുന്ദാപരമാനന്ദാന്ന് പറഞ്ഞു. എല്ലാ ജന്മം ഈ ഭാര്യയും ഭർത്താവായിട്ട് ഇങ്ങനെ തന്നെ കഴിയണമെന്ന് ആഗ്രഹിച്ചാൽ അതും ദൈവത്തോട് പറയാം. ദൈവത്തിൻ്റെ ഒരു സങ്കടം എന്തായിരിക്കും? കാരണം ഇത് ജന്മം കഴിഞ്ഞു അടുത്ത ജന്മത്തിൻ്റെ മേലോട്ട് പോകാനല്ലേ ആഗ്രഹിക്കേണ്ടത്. ഉണ്ടാവും. പിന്നെ ഡിസയർ എന്ന് പറഞ്ഞാൽ രാഗം, ദ്വേഷം, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ദമ്പം, ദർപ്പം, അഹങ്കാരത്തിൽ വിദ്വേഷം 13 രാഗങ്ങളുണ്ടാവും. പിന്നെ സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇതിൻ്റെ സംഘാതമാണ് മനസ്സെന്ന് പറഞ്ഞത്, ഇതിൻ്റെ കൂട്ടായ്മയെ മനസ്സെന്ന്. അതിൽ ഏതിനെയാണോ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അത് ഉണരും. പക്ഷേ ഈ സ്വഭാവം ഇല്ലാതെ ആവുമോ എന്ന് വെച്ചാൽ ഇല്ലാതെ ആവില്ല. മനസ്സിൻ്റെ ക്വാളിറ്റീസ്, ഈ സത്വരജ സമ ഗുണങ്ങളിൽ ഉണ്ടായതായിട്ടുള്ള ഈ വികാരങ്ങളൊക്കെ ശാശ്വതമായിട്ട് ഇവിടെ നിൽക്കും. പക്ഷേ നമ്മളത് മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇതോടുകൂടിയ ശരീരമനോ ബുദ്ധിയാദികളെ നമ്മളങ്ങ് മോൾട്ട് ചെയ്യാണ്, അതിനങ്ങ് കളയാണ്. കളഞ്ഞിട്ട് ആത്മസ്വരൂപമായിട്ട് ആ തിളങ്ങുന്ന ആത്മാവോട് ഏർപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും പിന്നെ അതിനെ ബാധിക്കുന്നില്ല. ഇരിക്കുമ്പോൾ തന്നെ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ധ്യാനം കൊണ്ട് ആ അവസ്ഥ സാധിക്കുന്നതാണ്. ഞാൻ ഗ്ലിറ്ററിങ് ആയിട്ടുള്ള സോളാണ്, നോട്ട് ദിസ് ബോഡി, നോട്ട് ദിസ് ഇൻ്റലക്ട്, നോട്ട് ദിസ് മൈൻഡ് എന്ന് നമുക്ക് ധരിക്കാൻ പറ്റും. അതുകൊണ്ട് ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും സംഭവിക്കുന്ന ഒന്നും എന്നെ ബാധിക്കുന്നില്ല ഈവൻ നൗ എന്നറിയാൻ കഴിഞ്ഞു. ഞാൻ അന്തര്യാമിയാണ്, സ്വയം പ്രകാശസ്വരൂപം, ജ്ഞാനസ്വരൂപം, ആനന്ദസ്വരൂപം, സ്വതന്ത്രസ്വരൂപമായിട്ടുള്ള ആത്മാവാണ് ഞാൻ എന്നിപ്പോൾ തന്നെ ധരിക്കാൻ പറ്റുന്നതാണ് ധ്യാനം കൊണ്ട് വേണമെങ്കിൽ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാരബ്ധം തീരുന്നവരെ അവിടെ ഇങ്ങനെ നിന്നു കൊടുക്കുക. ശരീരത്തിൻ്റെ പ്രാരബ്ധം, മനസ്സിൻ്റെ പ്രാരബ്ധം. ഇപ്പോൾ പരീക്ഷത്തിന് ഈ ജ്ഞാനം കിട്ടി, ആത്മാവാണ് അല്ലയോ പരീക്ഷ മഹാരാജ, അങ്ങ് ആത്മാവാണ്, അങ്ങിപ്പോൾ വിചാരിച്ചിരിക്കുന്ന ശരീരമനോബുദ്ധ്യാദികളാണ് പാമ്പിനെ, തത്തപാമ്പിനെ മഹർഷിയുടെ തലയിൽ കൂടെ കഴുത്തു കൂടെ ഇട്ടത്. അത് ചെയ്ത് കർമ്മം ചെയ്ത് ശരീരമനോബുദ്ധ്യാദികളാണ്. അതുകൊണ്ട് അതിൻ്റെ ഫലം വന്ന് ഭവിക്കുന്നത് ശരീരമനോബുദ്ധ്യാദികളിലാണ്. അങ്ങ് ആത്മാവാണ്, കർമ്മം ചെയ്യുന്ന സമയത്ത് സാക്ഷിയായിട്ട് നിൽക്കുകയേ ചെയ്തുള്ളൂ. കർമ്മഫലം വന്ന് ഭവിക്കുമ്പോൾ അങ്ങ് സാക്ഷിയായി നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പം അങ്ങ് ആത്മാവെന്ന് അറിയില്ല, ശരീരമനോബുദ്ധ്യാദം തെറ്റിദ്ധരിച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ ഈ തെറ്റിദ്ധാരണ മാറ്റിത്തരാം. അതോടുകൂടി അങ്ങ് പാമ്പിനെ കൊന്നിട്ടുമില്ല, ചത്തപാമ്പിനെ അങ്ങനെ ചെയ്തിട്ടുമില്ല, പാമ്പിൻ്റെ കടി ഏറ്റ് ചാവുന്ന ആളും അല്ലാന്ന് നമുക്ക് ബോധ്യം വരും. 7 ദിവസം കൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുത്തോടുകൂടി പിന്നെ പാമ്പ് വന്നു, ശരീരത്തെ കൊത്തി ചമ്പലായി. അതൊക്കെ അയാൾ സിനിമ കാണുന്ന മാതിരി സാക്ഷിഭാഗത്തോടു കൂടി. അപ്പോൾ ഇരിക്കെ തന്നെ ആത്മസാക്ഷാത്കാരം കിട്ടി, ഞാൻ ആത്മാവെന്ന് അറിഞ്ഞു എന്ന് വിചാരിച്ച് കർമ്മമില്ലാതായില്ല. പ്രാരബ്ധം എന്നാലും ഒന്ന് ഭവിക്കും, പക്ഷെ അത് അവനെ പിന്നെ ബാധിക്കില്ല. ഇപ്പോൾ രമണ മഹർഷി ഞാൻ ആത്മാവാൻ തെളിഞ്ഞ ആളാണ്, പക്ഷേ എങ്കിലും ഈ സാർക്കോമ എന്ന് പറഞ്ഞ ക്യാൻസർ കൈക്ക് വന്നു, അത് അയാളെ ബാധിച്ചില്ല. നാരായണ ഗുരുദേവന് പ്രോസ്റ്റേറ്റിന് വന്നു, അത് ബാധിച്ചില്ല അദ്ദേഹത്തെ. അതിൽ തപോവനത്തിന് മഹോദരം വന്നു, അദ്ദേഹത്തെ ബാധിച്ചില്ല. രാമകൃഷ്ണദേവന് കണ്ടത്തിൽ ക്യാൻസർ വന്നു, അദ്ദേഹത്തെ ബാധിച്ചില്ല. കാരണം അത് ശരീരത്തിൻ്റെ ഫിനോമിന, ശരീരത്തിൽ ദുഃഖിക്കുന്ന മനസ്സുമാണ്. ഞാൻ ശരീരമനോബുദ്ധ്യാദികളല്ല, ഞാൻ ആത്മാവാണ്. അതുകൊണ്ട് ഞാൻ ഇതിനൊരു സർവ്വസാക്ഷി മാത്രമാണ്, എന്നെ ബാധിക്കുന്നില്ല എന്നവർക്ക് അറിയായിരുന്നു. പിന്നെ അവർ മോചിതരായി. പക്ഷേ ശരീരത്തിലുള്ള പ്രാരബ്ധം പിന്നെയും വരും. അല്ല, റീബർത്ത് വരില്ല. ഈ ജന്മത്തിലുള്ള പ്രാരബ്ധം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ. ഇനി പ്രാരബ്ധം കുറച്ചും കൂടി ബാക്കിയുണ്ടെങ്കിൽ അതിനായിട്ട് റീബർത്ത് എടുക്കും, പക്ഷേ ബോധം ഉണ്ടാവും. അവർ മുക്തരായിരിക്കും മറ്റേത് ചെയ്യാൻ പറ്റും. അപ്പോൾ മാഷ് പിന്നെ റിട്ടയർ ചെയ്തു, എന്നാലും സ്കൂളിലേക്ക് ഇറക്കിയാണ്. എന്താ മാഷേ? ഒന്നുമില്ല, അവിടെ ഹെഡ് മാഷ് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, കുറച്ചും കൂടി പിന്നെ റെക്കോർഡൊക്കെ ഏൽപ്പിക്കാൻ ബാക്കിയുണ്ട്, അതുകൊണ്ട് അതിന് പോവാണ്. കുറച്ച് ബാക്കിയുണ്ട്, പക്ഷെ എന്നാലും മുക്തനാണ്. സ്കൂളിലെ കാര്യമൊന്നും ഇയാളെ ബാധകമല്ല, പക്ഷെ ആ ചില കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ബാക്കിയുണ്ട്, അതിന് വേണ്ടി പോവാണ്. അതുപോലെ മുക്തരായിട്ട് ഇവിടെ കൃഷ്ണൻ അങ്ങനെയാണ്. പിന്നെ യോഗേശ്വര കൃഷ്ണനാണല്ലോ, സമാധിസ്ഥ കേശവാനാണ്. കേശവൻ സമാധിസ്ഥനാണ്. എ ബാലൻസ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് ബൈ വെർച്യൂ ഓഫ് ഹിസ് നോളജ് ദാറ്റ് ഈസ് ആത്മ, നോട്ട് ദിസ് ബോഡി, മൈൻഡ്, ഇൻ്റലക്ട്.
അങ്ങനെ അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഇതൊന്നും ബാധിക്കാത്തൊരവസ്ഥയിൽ വിനോദിക്കുകയായിരുന്നു എന്നാണ്. വിനോദിക്കുക. ദേവനം എന്ന് പറഞ്ഞാൽ വിനോദമാണ്. ദേവൻ, ദൈവം ഒക്കെ പറഞ്ഞാൽ വിനോദിക്കുന്ന ആളിനർത്താണ്. ഇതൊന്നും ബാധിക്കാത്ത അവസ്ഥയാണ്. കാഴ്ചബംഗ്ലാവ് പോയി കഴിഞ്ഞാൽ സിംഹത്തിനെ പറ്റൊക്കെ കാണാൻ നല്ല രസമാണ്. കാരണം ഈ രസിക്കാൻ കാരണം എന്താണ്? അത് വേറെ, നമ്മൾ വേറെ 2 ചേംബറിലാണ്. നേരെ മറിച്ച് അതിൻ്റെ ഇടയിൽ 2 സിംഹം ഒരു പുലിയും കൂടുപൊട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളുടെ സുരക്ഷിതത്വം ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വെളിച്ചപ്പാടായിരിക്കും. പിന്നെ എവിടെയാ പോകേണ്ടത്, എതിലേ പോകേണ്ടതെന്ന് അറിയാതെ രസിക്കാൻ പറ്റില്ല. അപ്പം അതുപോലെ ആത്മാവാണ് ഞാൻ. അത് ബാഹ്യമായിട്ടുള്ള പ്രപഞ്ചം, അതും ശരീരമനോ ബുദ്ധ്യാദികളായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളൊന്നും എനിക്ക് ബാധകമല്ല. അങ്ങനത്തെ ഒരു അന്തര്യാമി എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ എന്ന് അറിയുമ്പോൾ നമുക്ക് യാതൊരു വിഷമമില്ല. അപ്പോൾ സൂചിക്കുകയാണ്, വിനോദിക്കുകയാണ്. അങ്ങനത്തെ അവരാണ് ദൈവങ്ങൾ, ദേവന്മാരെന്നൊക്കെ പറയുന്നത്. അതാണ് രാമകൃഷ്ണ ദേവൻ എന്നൊക്കെ പറയാൻ കാര്യം. കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വരും. നരകതുല്യമായിട്ടുള്ള, ഇപ്പോൾ പോലീസിൻ്റെ പിടിപ്പെട്ട് ചവിട്ടലും കുത്തലും ഇടിക്കും, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ സൂചി കോർക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. 1-ാം മുറ 2-ാം മുറ 3-ാം മുറ ഒക്കെ ഇവിടെ തന്നെ അനുഭവിക്കേണ്ട കർമ്മങ്ങളാണ്. ഇത് കൂടാതെ ഈ ദേഹി നരകത്തിൽ പോകുന്ന പറയുന്നത് 10-19ഓളം നരകങ്ങളുടെ വർണ്ണനയുണ്ട്. അതിൽ ഓരോ നരകത്തിലും ഓരോ തരത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഭൂലോകം, ഭൂവർലോകം, സ്വർലോകം, മഹർലോകം, ജലലോകം, തപോലോകം, സത്യലോകം എന്ന് പറയുന്ന പോലെ പാതാളം, വിതാളം, സുതാളം, താളാതാളം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പോൾ നരകങ്ങളുടെ വർണ്ണനയൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ പോയി കുറേ സഫർ ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത്. സഫർ ചെയ്തതിന് ശേഷം പിന്നെ വിൽ ബി ഗിവൺ അനദർ ബർത്ത് ചെയ്യുക. ഈ സൂഖ്യം നേരെ തിരിച്ച് അവിടെ ഉണ്ടെന്നാണ്. ഇപ്പോൾ സ്റ്റാർ ഹോട്ടലിൽ പോയി സൂഖ്യം ചെയ്യുക, അവിടെ തന്നെയുള്ള പോലീസ് സ്റ്റേഷനിൽ പീഡനം അനുഭവിക്കുന്ന 2ഉം ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടല്ലോ. അതുപോലെ മരണാന്തരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഇത് 2 എന്ന് പറയുന്നവരും ഉണ്ട്. മരിച്ചതിന് ശേഷം നരകം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത, ര എന്ന് പറഞ്ഞാൽ സൂഖ്യ, കം എന്ന് പറഞ്ഞാൽ ചെയ്യുക. അപ്പോൾ നരകം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിൽ സൂഖ്യ എന്ന് വിചാരിക്കുന്ന ആൾ, ഇതുകൊണ്ട് സുഖം ഉണ്ടാവും, ഇതുകൊണ്ട് സുഖം ഉണ്ടാവും എന്ന് വിചാരിച്ച് നടക്കും. പക്ഷേ അവസാനം എത്തുമ്പോൾ സുഖമല്ല, ദുഃഖം ഉണ്ടാവുക. അതാണ് നരകം എന്ന് പറയും. സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വാന്തർഗതം, അവനവൻ്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്യുക. അപ്പോൾ അനന്തസ്വരൂപം, ജ്ഞാനസ്വരൂപം, സ്വാതന്ത്ര്യസ്വരൂപമായിട്ടുള്ള ആത്മാവിലേക്ക് അങ്ങോട്ട് സഞ്ചരിക്കുന്നത് സ്വർഗം. അതിൽ നിന്ന് ഇല്ലാത്തതൊക്കെ ഉള്ളതാണെന്ന് വിചാരിച്ച് അതിൽ സൂഹിക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്നതൊക്കെ നരകം. നരകം ഇല്ലാത്തത് അവിടെ ഇല്ല. അതായത് തിളങ്ങുന്ന ഒരു സാധനം കണ്ട് മുത്താന്ന് വിചാരിച്ച് അന്ന് ലീവ് ഒക്കെ വിളിച്ച് പറഞ്ഞിട്ട് മെല്ലെ മതിൽ ചാടി ചെന്ന് എടുക്കാൻ നോക്കുമ്പോൾ ഒരു വെള്ളാരങ്കല്ല, അത് സൂര്യപ്രകാശം തട്ടി തിളങ്ങിയുകൊണ്ട് മുത്താന്ന് വിചാരിച്ചതാണ്. വെറുതെ ഒരു ലീവും പോയി ഇവിടെ ഒന്നും കിട്ടാനുമില്ല. അതുപോലെയാണ് പ്രപഞ്ച സുഖങ്ങളൊക്കെ. അതിനെയാണ് നരകം എന്ന് പറയുന്നത്. തീർന്നിട്ട് എല്ലാം തീർന്നതിൻ്റെ ശേഷമാണ് മരിച്ചു പോവുക. സാധാരണ കർമ്മം തീർന്നിട്ട് പോകുന്നതാണ് ശരി. അതിൻ്റെ ഇടയ്ക്ക് വല്ല കാരണവശാലും ആത്മഹത്യയോ മറ്റോ ആണെങ്കിൽ എന്താണോ ബാക്കിയുള്ളത് അതിനു വേണ്ടി പിന്നെയും വരേണ്ടി വരുന്നതാണ്. ആത്മഹത്യ ചെയ്താൽ ചില സമയത്ത് പെട്ടെന്ന് ജന്മെടുക്കുന്നതാണ് പറയുന്നത്. സാധാരണ 5 മുതൽ 500 കൊല്ലം വരെ ആണ് ഈ പ്രേതത്തിൻ്റെതായിട്ടുള്ള സഞ്ചാരകാലം. അതിൻ്റെ ശേഷമാണ് ഈ ദക്ഷിണായനം, ഉത്തരായനം, ഏതെങ്കിലും ഒരു ആയനത്തിൽ കൂടെ സഞ്ചരിക്കുക. എന്നിട്ട് കഴിയാനുള്ള കർമ്മങ്ങളൊക്കെ ഉത്തരായനത്തിലാണെന്ന് വെച്ചാൽ മോക്ഷം പ്രാപിക്കുക അവിടെ തന്നെ. ദക്ഷിണായനാണെങ്കിൽ കഴിയാനുള്ള കർമ്മമൊക്കെ പ്രേതലോകത്ത്, പിതൃലോകത്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നതാണ്. പിന്നെന്താ കർമ്മം ബാക്കി വെച്ചാൽ അതിനു വേണ്ടി. അപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെയാണ്. പിന്നെന്താണോ കഴിയാനുള്ളത് അതിനു വേണ്ടി വീണ്ടും തിരിച്ചു വരേണ്ടി വരുന്നത്. പെട്ടെന്ന് വരാം, ചിലപ്പോൾ കുറേ വിട്ടിട്ടാകാമെന്ന് പറഞ്ഞു. ഇത് ഒരു പിന്നെ അസന്മാർഗീയമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു, ഒരു സന്യാസി. അപ്പോൾ മുഖലക്ഷണമൊക്കെ നോക്കുമ്പോൾ മഹനീയമായിട്ടുള്ളൊരു ലക്ഷണമാണ്. അപ്പം എന്ത് ചെയ്തു, ഈ സ്വാമി ആ വ്യക്തിയെ ഉപദേശിച്ച് ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയരുത്, ദുർമാർഗത്തിൽ നിന്ന് സഞ്ചരിക്കുക, സന്മാർഗത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചു. അവസാനം അവർക്ക് മാനസാന്തരപ്പെട്ട് സ്വാമിയുടെ പിന്നാലെ പോയിന്നാണ്. അപ്പോൾ ഗുരു വിളിപ്പിച്ചു സ്വാമീൻ്റെ ഗുരു, നീ എന്ത് കണ്ടിട്ട് അവളെ ഉപദേശിച്ചതെന്ന് വെച്ചു. അങ്ങനെ എന്തുകൊണ്ടാണ് അവ ആരാ കഴിഞ്ഞ ജന്മെന്ന് എനിക്കറിയാമെന്ന് ഇല്ലയെന്ന്. ഒരു ബ്രഹ്മർഷിയാണ്, ചെറിയൊരു വിഷയവാസനയ്ക്ക് വേണ്ടി വന്നതാണ്. ആ വിഷയവാസനയ്ക്ക് വേണ്ടി നല്ലൊരു തറവാട്ടിൽ ജനിച്ച് നല്ല സാധാരണ ജീവിതം നയിക്കാൻ വെച്ചാൽ വിവാഹം കഴിഞ്ഞ് കുടുംബമായി പ്രാരബ്ധം വന്ന് കർമ്മം വരും. പിന്നെ ആ ഉയർന്ന അവസ്ഥയിൽ നിന്ന് അവൾ പതിക്കും. അത് കൂടാതിരിക്കാൻ ഇവിടെ ആകുമ്പോൾ ആരും ബന്ധുക്കളും ഇല്ല, ഒന്നുമില്ല, ഈ പ്രസൻറ്റ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഷീ വിൽ കമ്മിറ്റ് സൂയിസൈഡ് ബൈ ടേക്കിംഗ് സം ടാബ്ലറ്റ്. അതിൽ പാപമില്ല. അത് അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഷീസ് ഗോയിങ് ബാക്ക് ടു ദി ബ്രഹ്മർഷി സ്ഥാനത്തേക്ക് തിരിച്ചു പോകുന്നതാണ്. എന്നിട്ട് അവിടുന്ന് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ചിലവർ ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ അല്ല, വെൻ ഫിനിഷ് അതാണ്. ഇപ്പം എല്ലാവരും ഒരേ കണക്കൂടെ കണ്ടുകൂടാന്ന്. മോഹങ്ങൾ ബാക്കിയുള്ളവർ ഇതാക്കുന്ന ചിലവരുണ്ട്. ഹിമാലയത്തിലൊക്കെ പ്രായവേശം
മോക്ഷത്തിൻ്റെ ചില സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ കർമ്മങ്ങളൊക്കെ തീർന്നു, ഇനി എന്നെക്കൊണ്ട് ആർക്കും ഉപദ്രവമില്ല, ആർക്കും എന്നെക്കൊണ്ടും പ്രയോജനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിളക്കുക. ആദ്യം വയറിളക്കി ശുദ്ധായതിനു ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വെള്ളവസ്ത്രം ധരിച്ച് ഒരു കുപ്പി പിന്നെ ഉപ്പുവെള്ളം എടുക്കുക. എന്നിട്ട് ആരോരും കാണാത്തൊരു സ്ഥലത്ത് പോവുക. എന്നിട്ട് അവിടെ തൻ്റെ ഉപാസന ദേവത വെച്ചാൽ അത്, അല്ലെങ്കിൽ ധ്യാനം വെച്ചാൽ അങ്ങനെ എന്താ രീതി വെച്ചാൽ ആ രീതി പ്രകാരം മനസ്സിൽ ഇങ്ങനെ വെച്ചോളൂ. ഇടയ്ക്ക് ടിപ്പ് ചെയ്യുക, ഇങ്ങനെ ഓരോ മുറുക്ക് കുടിക്കുക. കുടിച്ച് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴേക്കും ആഹാരമില്ലാതെ ശരീരം അങ്ങ് കുഴഞ്ഞ് മനസ്സൊക്കെ ബോധമൊക്കെ പോയി അവിടെ കിടന്ന് അങ്ങ് പൊക്കോളും. അത് ആത്മഹത്യയിൽ പെടില്ല എന്നാണ് പ്രായോപദേശം എന്നാണ് പറയാറ്. അത് വിമലാനന്ദജി എന്ന് പറഞ്ഞ വലിയൊരു മഹാത്മാവ് ഉണ്ടായിരുന്നു, ഹിമാലയത്തിൽ കുറേ കാലം താമസിക്കുന്നത്. അദ്ദേഹം ലാസ്റ്റിന് ഞങ്ങൾ പിരിയുന്ന സമയത്ത് എനിക്ക് പിന്നെ ഇതും കൂടി പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് പ്രായവേശത്തെക്കുറിച്ചൊരു വിവരണം പറഞ്ഞു. അദ്ദേഹം പിന്നെ ഒന്ന് സമാധി അടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഈ ജന്മം അടുത്ത ജന്മം എന്തായിരിക്കും ഇതിൻ്റെ തുടർച്ചയാണെന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ മുമ്പ് നമുക്ക് വേറെ എന്തെങ്കിലും ജന്മം ഉണ്ടാവാം എടുക്കാനുള്ളത്, വേറെ കർമ്മം ഉണ്ടാവും. ആ കർമ്മം കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പോഴുള്ള ഈ കർമ്മം വരിക. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ ബാക്കിയായിരിക്കാം അടുത്ത ജന്മം. അപ്പം ഞാൻ മരിച്ചു, എൻ്റെ ഈ ഭർത്താവ് തന്നെ അടുത്ത ജന്മം വരുമെന്ന് വെച്ചാൽ കഴിഞ്ഞ ജന്മത്തിലെ ഭർത്താവ് ഇതിനേക്കാളും എന്തായിരിക്കും, അറ്റാച്ച്ഡ് ആയിരിക്കും, അവരുമായിട്ടായിരിക്കും ചിലപ്പോൾ ബന്ധം. അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ്. അടുത്ത ജന്മം ഏതിലാണ് ഈ ഇപ്പോൾ ഇതുപോലെ നമ്മളെ കേസ് എടുക്കുന്ന മാതിരിയാണ്. ഞാൻ അടക്ക കെട്ട ഒരു കേസുണ്ട്, ഒരു പശുവിനെ തല്ലിക്കൊന്ന കേസ് കയറുന്നുണ്ട്, ഒരാളെ കൊന്ന കേസ് പോകും. അതിൽ ആദ്യം എടുക്കുന്നത് മറ്റേതായിരിക്കും, അടക്ക കെട്ടാ. അപ്പം ഇന്നലെ ഞാൻ കൊന്നു കഴിഞ്ഞ് ഇന്ന് പോലീസ് പിടിച്ചുകൊണ്ടുപോയി പിന്നെ കോടതിയിൽ നിന്ന് 56 രൂപ ഫൈൻ ഇട്ടു. ഒരാളെ കൊന്നിട്ട് 56 രൂപ ഫൈനോ? കൊന്നതിനല്ല, അത് പണ്ടത്തെ അടക്കയുടെ കേസാണ്. പിന്നെ അത് കഴിയുമ്പോഴാണ് പിന്നെ തേങ്ങ കട്ട കേസും പശുവിനെ കൊന്ന കേസൊക്കെ പിന്നെ അങ്ങനെ വരും. അന്ന് ഇയാൾ ഒരു പക്ഷേ ബ്രഹ്മർഷിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, മഹാഗുരുവായിട്ട് നിരവധി ജ്ഞാനികൾക്ക് ഉപദേശം കൊടുത്തിരിക്കുക. അപ്പോഴായിരിക്കും അവിടുന്ന് പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ 3 പിന്നെ ഭഗവാന്മാരിപ്പോൾ ജയിലിലാണ് ഇന്ത്യയിൽ. സിദ്ധൻ പിന്നെ അപ്പം അങ്ങനെയൊക്കെ ശങ്കരാചാര്യരല്ല, വേറെ ജയിലിലായിട്ടുള്ളവർ. ഇത് ഇദ്ദേഹത്തിൻ്റെ പിന്നെ കള്ളക്കേസൊക്കെ അല്ലേ. അല്ലാതെ പിന്നെ ജീവരന്തൻ തടവ് ബാംഗ്ലൂരിലൊരു സിദ്ധൻ, ഗോഹട്ടിയിലൊരു സിദ്ധൻ, പിന്നെ തൃശ്ശിനാപ്പള്ളിയിലൊരു സിദ്ധൻ, അവരൊക്കെ ശരിക്കും കൾപ്രിറ്റ്സ് ആയിട്ട് ഇങ്ങനെ. അപ്പോൾ ഈ ജന്മം അല്ല, ഈ ജന്മം അവർ വളരെ വലിയ പിന്നെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടാക്കി ദിവ്യമായിട്ടുള്ളതൊക്കെ കൊടുത്താണ്. പക്ഷേ ദേ ഹാഡ് ദിസ് പനിഷ്മെൻറ്റ് കഴിഞ്ഞ ജന്മത്തിൽ. ഇതാണ് ഏറ്റവും പിന്നെ അത്ര ഉണ്ടെങ്കിലും കഴിഞ്ഞ ജന്മത്തിൽ ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടാവും, അത് എടുക്കാനായിരിക്കില്ല ഈ ജന്മം ഒന്നുണ്ടാവും. അപ്പോൾ ഈ ജന്മത്തിൽ വലിയൊരു മഹർഷിയായിരിക്കാം, പക്ഷെ അയാൾക്ക് ബാക്കി കർമ്മങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതിനു വേണ്ടി നീചമായിട്ടുള്ള ജന്മം പിന്നെ എടുക്കും. പിന്നെ ഏറ്റവും നീചമായിട്ടുള്ള ഒരു ജന്മം എടുത്തു എന്ന് വരാം. അപ്പോൾ സമയതന്ത്രം അഭ്യസിക്കുന്ന ഒരാൾ അഭ്യസിച്ച് കഴിഞ്ഞ് കൗളതന്ത്രത്തിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിനൊരു ശൂദ്രനായിട്ട് ജനിക്കും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരിക. സാധനയ്ക്കനുസരിച്ചും ജന്മമുണ്ട്, ആഗ്രഹങ്ങൾക്ക് മാത്രമല്ല സാധനയ്ക്കനുസരിച്ച് ജന്മമുണ്ട്. ഏത് സാധന തുടർന്നുകൊണ്ട് വെച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പിന്നെ ഏതാ വേണ്ടത്, കൗള വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഒരു സ്ഥലത്ത് മദ്യമാംസം കഴിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ജനിച്ചു എന്ന് വരും. ആ ഈ സാധനയ്ക്ക് വേണ്ടി അത് എപ്പോഴാണോ പൂർത്തിയാവണം അന്നേ ഒരാൾ മരിക്കുകയും ചെയ്യും. മരിച്ചിട്ട് വീണ്ടും മറ്റേ അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ഇല്ലില്ല, ആഗ്രഹങ്ങൾ ഇപ്പോൾ നമുക്ക് ഒരാഗ്രഹം ഒരു ജന്തുവിൽ കൂടിയാണ് ബെറ്ററായിട്ട് സാധിക്കുക. അപ്പോൾ എനിക്ക് നല്ല തടി ഉണ്ടാവണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു നിൽക്കുക, ആനയായിട്ട് ജനിച്ചു എന്ന് വരാം. ആ ആഗ്രഹം എപ്പോൾ തീരണോ ആ സമയത്ത് വീണ്ടും ഈ അവസ്ഥയിൽ തിരിച്ചു വരും. അല്ല ബാക്ക്വേർഡ് ഇല്ല, അവിടുന്ന് സൈഡ് ട്രാക്ക് ചെയ്ത് പോവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും അവിടെ വന്നിട്ട് മുന്നോട്ട് തന്നെ മാന്നെ വിചാരിച്ചിട്ട് അതെ ജഡഭരതൻ അതുപോലെ ഈ പിന്നെ തന്നെ മുതലായതും ഗജേന്ദ്രനായതും ഒക്കെ അങ്ങനെയല്ലേ. തിരിച്ച് ആ പോയ സ്ഥലത്ത് തന്നെ വരും, ശരിയ ബാക്കിൽ പോവില്ല. ഇല്ല, ആ ആഗ്രഹത്തിന് വേണ്ടി മാത്രം പോയി ആഗ്രഹം സാധിച്ചാൽ വീണ്ടും ഇവിടെ വന്നു. ചിന്മയാനന്ദൻ പറയണത് കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ മുള്ളാൻ വേണ്ടി കാട്ടിലേക്ക് അങ്ങോട്ട് ഓടി, മുള്ളിക്കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്ന് ഓടിയിട്ട് അവരെ കൂടെ പോകും. അതുപോലെയാണ്, അല്ലാതെ ബാക്ക്വേർഡ് ഇല്ല. മൃഗാവാനൊരു ആഗ്രഹത്തിന് വേണ്ടി മാത്രം, അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു. ധാരാളം ആഭരണമൊക്കെ ഉള്ള ഒരു പിന്നെ ഒരു ഇത് ചിലപ്പോൾ മയിലിൻ്റെ ജന്മം കിട്ടിയിരുന്നു, കീലി, അല്ലെങ്കിൽ ഒരു പൂങ്കോഴിയുടെ ജന്മം കിട്ടിയിരുന്നു ശരീരം മുഴുക്കെ, അല്ലെങ്കിൽ വല്ല ചില സ്വർണ്ണ മത്സ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ. സ്വർണത്തിന് വല്ലാതെ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ സ്വർണ്ണ മത്സ്യമായിരുന്നു. ആഗ്രഹം തീർത്തിട്ട് വീണ്ടും ആരെങ്കിലും ചൂണ്ടലിട്ട് പിടിച്ച് ശരിയാക്കും, അതോടുകൂടി കഴിഞ്ഞു, പിന്നെ പഴയ അവസ്ഥയിൽ തന്നെ മതിയായി. വളരെ സൂക്ഷിച്ചു വേണം ജീവിക്കാൻ എന്നാ പറയാം.
സംശയിച്ചാൽ പോയി. ഓരോരുത്തർക്കും ഇപ്പോൾ ഒരു വലിയൊരു റിച്ച്മാൻ്റെ അടുത്ത് പോയാൽ ഇപ്പോൾ കോടിയേരി തന്നെ, കോടിയേരി ഇപ്പോൾ ആഭ്യന്തരമന്ത്രി